എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ് ആൻഡ് എ വാം വെൽക്കം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം വൺസ് അഗൈൻ. സുസ്വാഗതം. നമ്മൾ ഭഗവത്ഗീത 11ാമത്തെ അധ്യായത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ന് നമ്മളുടെ 144ാമത്തെ സത്സംഗമാണ്. നിങ്ങളെയൊക്കെ സമ്മതിച്ച് തന്നിരിക്കുന്നു. ഭഗവാന്റെ സുഹൃതം തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾ അനുവദിച്ചത് കൊണ്ട് എനിക്കും ഇതിലൂടെ കടന്നു പോകാൻ സാധിക്കുന്നതിൽ. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട അർജുനൻ ഭഗവാനോട് വിശ്വരൂപ ദർശനം കാണിച്ചു തരണേ, ആ ദർശനം എനിക്ക് കാണിച്ചു തരണേന്ന് അപേക്ഷിച്ചപ്പം ഭഗവാൻ അത് കാണിച്ചു കൊടുക്കുകയാണ്. അതിൽ കാണിച്ചു കൊടുത്ത് അതിൽ നമ്മൾ ആ ദർശനം ലഭിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ നിശ്ചയമായും വേണം. എന്താണ്, എങ്ങനെയാണ് അത് കാണിച്ചു കൊടുത്താലും നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങളാണ് വേണ്ടത്. ഇപ്പം ആരെങ്കിലും നമുക്ക് ഇപ്പോൾ ആരുടെ അടുത്തെങ്കിലും ഒരു സാധനം അവിടെ പോയിട്ട് എടുത്തിട്ട് വരൂ എന്ന് പറഞ്ഞാൽ അവർ എന്താ പറയും, പോയി നോക്കി കണ്ടില്ല എന്ന് പറഞ്ഞു വരുന്നത് എല്ലാ വീട്ടിലും സ്ഥിരമായിട്ട് കാണുന്നത്. അപ്പം എന്ത് പറയും, നമ്മളെ അത് കണ്ണുണ്ടായാൽ പോരാ, കാണണം എന്ന് പറയും. അപ്പം അതുപോലെ ഇവിടെ ഈശ്വര ദർശനം കാണണമെങ്കിലും കണ്ണുണ്ടായാൽ പോരാ. കാണണമെങ്കിൽ ദിവ്യമായിട്ടുള്ള ആ ചക്ഷുസ് വേണം, നമ്മളുടെ മാംസ ചക്ഷുസ് വേണ്ടേ. കണ്ണുകൊണ്ട് കാണാനുള്ള കഴിവുണ്ടാവണം. അങ്ങനെയാവുമ്പോഴാണ് നമുക്ക് ഈ പ്രപഞ്ചത്തില്, ഈ വിശ്വത്തില്, ഈ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിലാർക്ക് എളുപ്പം തോന്നുന്നു നമുക്ക് ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ. അത് ഈ entire cosmos consisting of billions of galaxies, അല്ലേ, ശതകോടി ആകാശഗംഗകൾ. അതില് നമ്മളുടെ അറിയാവുന്ന കുറേ ശതകോടി നക്ഷത്രങ്ങൾ, നമുക്കറിയാവുന്ന ഒരു ഗാലക്സിയാണ് നമ്മുടെ മിൽക്കി വേ എന്ന് പറയുന്ന. അതിലാണ് നമ്മളുടെ ഭൂമി ഉൾപ്പെടെയുള്ള നമ്മൾ ഈ കാണുന്ന രാത്രിയൊക്കെ കാണുന്ന നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എല്ലാം അടങ്ങിയിരിക്കുന്നത്. ആ സൗരയൂഥം അതുപോലത്തെ ബില്യൺസ് ഓഫ് ഗാലക്സീസ് അടങ്ങിയതാണ് ആ വിശ്വം. അപ്പൊ ആ വിശ്വത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന സാധനങ്ങളും കാര്യങ്ങളും ലിവിങ് ആൻഡ് നോൺ ലിവിങ്, അതായത് ചരാചരങ്ങളെയും എന്തും സർവ്വതും കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മാംസ ചക്ഷു, അല്ലെ, നമ്മുടെ ശരീരത്തിലുള്ള ഈ കണ്ണ് വേണം. ഫിസിക്കൽ ഐസ് ആർ നീഡഡ്. അത് മാത്രം പക്ഷേ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വിശ്വരൂപ ഈശ്വര ദർശനം സാധ്യമല്ല. വിശ്വം ദർശിക്കാം. ആ വിശ്വരൂപത്തില് ഈശ്വരനെ, ഭഗവാനെ കാണണമെങ്കിൽ വിശ്വത്തിന്റെ രൂപത്തിൽ, ഈ പ്രപഞ്ചത്തിന്റെ രൂപത്തിൽ ഭഗവാനെ കാണണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു മനോഭാവം അഥവാ ആ ദിവ്യമായിട്ടുള്ള ഒരു വീക്ഷണം അതാണ് വേണം. ആ ദിവ്യമായിട്ടുള്ള വീക്ഷണത്തിന് നമ്മൾ പറഞ്ഞു, അത് വെറുതെ കിട്ടില്ല. അതിന് എന്ത് വേണം? ആ ദിവ്യമായിട്ടുള്ള ചക്ഷുസ് നമ്മൾ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അത് സ്ഥിരമായ സാധനയിലൂടെ നമുക്ക് വേണ്ടത് ചിത്തശുദ്ധി എന്നൊരു ക്വാളിഫിക്കേഷൻ. ആ ചിത്തശുദ്ധി എന്നൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് ദിവ്യമായിട്ടുള്ള ഈ വിശ്വരൂപ ദർശനം സാധ്യമാകും. അപ്പം അത് നമ്മളുടെ മാംസചക്ഷുസിനോട് കൂടി നമുക്ക് ആ 3ാമതൊരു കണ്ണും കൂടെ വേണം. അങ്ങനെ ആവുമ്പോൾ ഈ വിശ്വത്തെ തന്നെ, ഈ പ്രപഞ്ചത്തിലെ വിശ്വത്തെ തന്നെ നമുക്ക് ഭഗവാന്റെ ശരീരമായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ അപ്പം ഇവിടെ പ്രകടിതമാകുന്നത് സർവ്വതും ഭഗവാന്റെ വിവിധ നാമരൂപങ്ങൾ മാത്രമാണ്. ഇവിടെ ഉള്ളത് എന്തും ഭഗവാന്റെ തന്നെ വിവിധ നാമരൂപങ്ങളാണ്. ആ പരമ ചൈതന്യത്തിന്റെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് നെയിംസ് ആൻഡ് ഫോംസ് മാത്രമാണ് ഇവിടെ ഉള്ളത് മുഴുവനും എന്ന് അറിയാം. ഇത് ഈ ഒരു നിലയിൽ അറിയിച്ചു തരുന്ന ഭഗവാൻ നമ്മൾ ഭഗവത്ഗീതയിൽ തന്നെ ഇതിന് മുമ്പുള്ള 7ാമത്തെയും 9ാമത്തെയും അധ്യായങ്ങൾ
ഒക്കെ അതിലെല്ലാം പറഞ്ഞ് അപ്പം ആ ഒരു മനസ്സിൻ്റെ ഒരു പ്രിപ്പറേഷൻ, ഒരു ട്രെയിനിങ് ഭഗവാൻ അവിടെ തന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെ അർജുനനും അത് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പ്രിപ്പയർഡ് മൈൻഡ് അല്ല അതിന്, നമ്മൾ ട്രെയിൻ ചെയ്തിട്ടില്ലാത്ത മനസ്സാണെങ്കിൽ അതിനൊരു പരിശീലനം ലഭിക്കണം. അപ്പം നിത്യേന ഈ സാധന കൊണ്ട് എന്താണ് സാധിക്കുക? നമ്മൾ നിത്യസാധന കൊണ്ട് നേടുന്നത് ആ നിത്യേനയുള്ള പരിശീലനമാണ്. ഇവിടെ നമ്മളുടെ ഓരോ അനുഭവങ്ങളും ദിവ്യമാണ്. ഇവിടുത്തെ ഓരോ കാഴ്ചകളും ദിവ്യമാണ്. നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രപഞ്ചം മുഴുവനും അത് ഭഗവാന്റെ തന്നെ പ്രകടനങ്ങളാണ്. വ്യക്തമായിട്ടുള്ള പ്രകടനമാവും, ചിലത് അവ്യക്തമായിട്ടുള്ള പ്രകടനമാവും. അപ്പം ഭഗവാന്റെ മാനിഫെസ്റ്റേഷൻ മാത്രമാണ് ഇത് എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിൽ ചിത്തശുദ്ധി വേണം. മനസ്സിൽ ഉള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം മാറിയിരിക്കണം. അപ്പം എന്തൊക്കെയാണ് നമ്മളുടെ ഇമ്പ്യൂരിറ്റീസ്? അത് നമുക്ക് അറിയാം. ഇത്രയൊക്കെ നമ്മൾ 144ാമത്തെ സത്സംഗമായി നമ്മൾ. അപ്പം നമുക്കത് അറിയാം അത് എന്തൊക്കെയാണ്. മാറ്റേണ്ട കാര്യങ്ങൾ എന്താണ്? ആ മാലിന്യങ്ങൾ, ചില മാലിന്യങ്ങൾ മാറ്റിയാലേ ശുദ്ധമാവുള്ളൂ അല്ലേ? അപ്പം മാറ്റേണ്ട മാലിന്യങ്ങൾ കാമ, ക്രോധം, അതായത് ചിലതിനോടുള്ള അമിതമായിട്ടുള്ള താല്പര്യം, ഇഷ്ടങ്ങൾ, ചിലതിനോട് ഒട്ടും ഉള്ള താല്പര്യം, ഇഷ്ടമല്ലാതെ വെറുപ്പും അല്ലേ? അത് നമ്മൾക്ക് നിത്യേന നമുക്കറിയാം. ചില കാര്യങ്ങളോടോ ചില വ്യക്തികളോടോ നമുക്ക് വളരെ കൂടുതൽ അറ്റാച്ച്മെൻ്റ് ആണ് താനും. പക്ഷേ ചിലതിനോട് നമുക്ക് തീർത്താൽ തീരാത്ത വിദ്വേഷവുമാണ്. അത് നമ്മളുടെ നമ്മളുടെ മനസ്സിൻ്റെ അവസ്ഥകൾ മാറുന്നതനുസരിച്ച് ഇതും മാറും. അതായത് നമുക്ക് ഏറ്റവും താല്പര്യമുള്ള വസ്തുവോ ആളോ ആയിക്കൊള്ളട്ടെ, നമ്മളുടെ ഇഷ്ടം എന്നത് വിദ്വേഷമായിട്ട് മാറാൻ നമ്മളുടെ മനസ്സിൽ ഈ അടുത്ത ആൾക്കാർ വരും. അതിൻ്റെ പേരാണ് നമ്മളുടെ ക്രോധം എന്ന്. നമുക്ക് എന്തെങ്കിലും ഒരു തരത്തിൽ നമ്മളുടെ ഇഷ്ടങ്ങളെ പൂർത്തീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനോട് നമുക്ക് വെറുപ്പാവും. അപ്പം നമ്മളുടെ അനിഷ്ടങ്ങളാണ് നമ്മളെ ഭരിക്കുന്നത്. വേറെ ആരുമല്ല, നമ്മളുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ് നമ്മളെ ഭരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ മാലിന്യമാണ് നമ്മളുടെ വളരെ ശക്തമായിട്ടുള്ള ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും. അത് മാറി നമ്മൾ എങ്ങനെയാവണം? നമ്മൾ വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമ്മൾ വളരെ ആക്സെപ്റ്റൻസ് ഉള്ളവരായിരിക്കണം. വരുന്നതിനെ നമ്മൾ വെൽക്കം ചെയ്യുക, പോകുന്നതിനെ പൊക്കോട്ടെ എന്ന്. രാമായണമൊക്കെ പിന്നെയും നമ്മൾ എല്ലാ വർഷവും കർക്കിടകത്തിലെങ്കിലും വായിക്കുന്നത്, അത് മലയാളത്തിൽ തന്നെ വായിക്കുന്നത് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. അതിൽ ശ്രീരാമദേവൻ ഇപ്പോൾ ഉപദേശിക്കുന്നുണ്ട്, വരുന്നതെല്ലാം വന്നോട്ടെ, പോകുന്നതൊക്കെ പോക്കോട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ശ്രീരാമദേവന്റെ ആ കാട്ടിലേക്ക് പോകണം എന്ന് പറയുമ്പോഴുള്ള ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അയോധ്യയുടെ രാജകുമാരൻ എന്ന് പറഞ്ഞാൽ അത് എങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ആ ഒരു നിമിഷം കൊണ്ട് അത് ടോട്ടലി മാറി, ഇത് പൂർണ്ണമായിട്ടും മാറി. ആ രാജപദവിയിൽ നിന്ന് കാട്ടിലേക്ക് പോയിട്ട് ഇത്രയും വർഷം പോകണമെന്നുള്ളത് അപ്പോഴും യാതൊരു കൂസലുമില്ല. അപ്പം ആ ഒരു ഫ്ലെക്സിബിലിറ്റി, ആ ഒരു ആക്സെപ്റ്റൻസ്, എങ്ങനെ വേണമെങ്കിലും എന്തായാലും നേരിടാം, നോ പ്രോബ്ലം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. അല്ലാതെ അതായത് ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ അനുഭവാനന്ദ സ്വാമികൾ എന്ന് പറഞ്ഞൊരു സ്വാമിജിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഹാപ്പി സ്വാമിജി എന്നാണ്. അപ്പം ഈ ഹാപ്പി ഇദ്ദേഹത്തിന് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ യൂട്യൂബിൽ ഈ അനുഭവാനന്ദ സ്വാമിജിയുടെ ടോക്കൊക്കെ ഒന്ന് കേൾക്കണം. ഒരു ടോക്ക് പോലും നമ്മളെ ചിരിപ്പിക്കാതെ തമാശ പറയാത്തതുണ്ടാവില്ല. ഇദ്ദേഹത്തിൻ്റെ പേര് അനുഭവാനന്ദ സ്വാമിജിയാണ്. ഇദ്ദേഹം ചിന്മയ മിഷനിലെ അധ്യാപകനായിരുന്നു. ഇപ്പം ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ഹിസ് നെയിം ഇസ് ഹാപ്പി സ്വാമിജി. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം മുഴുവനും തമാശയായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഡിസ്കോഴ്സ് ഫുൾ തമാശയായിരിക്കും. അപ്പം അദ്ദേഹത്തിൻ്റെ ഇതിൽ ടാഗ് ലൈൻ എന്ന് പറയില്ലേ, ഒരു ഐറ്റിനറി ഞാൻ വായിച്ചു. ഐറ്റിനറി എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ എൻ്റെ ജാനുവരി 1 മുതൽ വരുന്ന 2024 ഐറ്റിനറിയാണ്. ഡിസംബർ എൻഡ് വരെയും അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം ഓൾറെഡി ചാർട്ടഡ് ആണ് കേട്ടോ. അപ്പോൾ അതിൽ ആ ഒരു ഐറ്റിനറി കിട്ടിയ ലാസ്റ്റിലാണ് നോ കംപ്ലൈൻറ്റ്സ്. അതാണ് ജീവിതം എന്ന് വെച്ചാൽ അത്രയാണ്. ദാറ്റ്സ് ഇറ്റ്. നോ കംപ്ലൈൻറ്റ്സ്, കീപ് സ്മൈലിംഗ് എന്നുള്ളത് അത്രയേ ഉള്ളൂ ടാഗ് ലൈൻ. സിമ്പിൾ ഫോർമാറ്റാണ്. അതിന് എപ്പോഴാണ് സാധിക്കുള്ളൂ, പക്ഷെ പറയാൻ എളുപ്പമാണല്ലേ, നോ കംപ്ലൈൻറ്റ്സ്, കീപ് സ്മൈലിംഗ് എന്ന്. അപ്പം നമുക്ക് അത് സാധിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചിത്തശുദ്ധി, അതിന് നമ്മളുടെ ഈ മാലിന്യങ്ങളെ അകറ്റിയേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കണം. നോ കംപ്ലൈൻറ്റ്സ് ആയിരിക്കണം. അപ്പോൾ കീപ് സ്മൈലിംഗ്, ഓൾവേസ് സ്മൈലിംഗ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനെ മാറ്റിയേ മതിയാവും. ആരൊക്കെ മാറ്റണം? നമ്മളുടെ വളരെ ശക്തമായിട്ടുള്ള അനിഷ്ടങ്ങൾ. ഇങ്ങനെ ആയാലേ പറ്റുള്ളൂ, അങ്ങനെ ആയാൽ പറ്റില്ല, ഇതിങ്ങനെ അവരെന്നോട് ഇങ്ങനെ പെരുമാറും നമ്മൾ നിശ്ചയിച്ചു.
ഓക്കെ, സംബഡി ഷുഡ് ബിഹേവ് ഇൻ ദിസ് മാനർ വിത്ത് മീ എന്നുള്ളത്. അവർ എന്നോട് ഇങ്ങനെ അല്ല പെരുമാറിയെന്നുണ്ടെങ്കിൽ പ്രശ്നമായി. പിന്നെന്താണെന്നറിയോ, പിന്നെ അങ്ങനെ തന്നെ പെരുമാറിയാലും അവിടെയും പ്രശ്നമാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് എന്തോ അവർ നന്നായി പെരുമാറി, അതെന്തോ കുഴപ്പം കൊണ്ടാണ്. സോ കംപ്ലൈൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് അറ്റമില്ല എന്ന് വെച്ചാൽ അറ്റം, അത് അനന്തമാണ്, ബ്രഹ്മം പോലെയാണ്. അതിന് അവസാനമില്ല. തുടക്കമുണ്ട്, പക്ഷെ അവസാനമില്ല. ആദ്യം മധ്യാന്ത രഹിതം എന്ന് പറയാല്ലേ, ആദ്യം നമ്മുടെ കയ്യിലാണ്, പക്ഷെ മധ്യം മിഡിലും ഇല്ല, എൻഡും ഇല്ല. നമ്മളത്രയും ബ്രഹ്മതുല്യമായിട്ട് നമുക്ക് അവിടേക്ക് എത്താൻ പറ്റും, കംപ്ലൈൻറ്റിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ജീവിതം. അതുകൊണ്ട് അപ്പം എഗെയിൻ നമ്മളിപ്പോൾ അവിടെ തുടങ്ങിയത് കാമ, ക്രോധം, പിന്നെ അതിൻ്റെ കാരണക്കാർ നമ്മളുടെ ശക്തമായ ഇഷ്ടാനിഷ്ടങ്ങൾ. അപ്പം പിന്നെ അതും എന്തുകൊണ്ടാണ് വരുന്നത്? ഈ മമകാര അഹങ്കാരം. അപ്പൊ ഈ പേയേഴ്സാണ്, ഈ കപ്പിൾസാണ് നമ്മളെ കുഴപ്പക്കാർ മുഴുവൻ ഈ കപ്പിൾസാണ്. മമകാര അഹങ്കാരം, അതായത് എന്താ മമകാര അഹങ്കാരം എന്ന് പറഞ്ഞാൽ, എന്നോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് വില തന്നില്ല, എന്നോട് ഇങ്ങനെ പെരുമാറി, ഞാൻ പറഞ്ഞത് കേട്ടില്ല. അപ്പം പിന്നെ എൻ്റെ കാര്യങ്ങൾ, അതിനാണ് ഏറ്റവും പ്രയോറിറ്റി അല്ലേ. അപ്പം മമകാര അഹങ്കാരം, എനിക്ക് എൻ്റേത് എന്നുള്ളത്, എനിക്ക് എൻ്റേത്, ഇത് എപ്പോഴും വളരെ ഫേവറബിൾ ആയിരിക്കണം എന്നുള്ള നമ്മളുടെ നിർബന്ധമാണ്. പിന്നെ ഇത് മുഴുവനും ചെയ്യുന്നത് ഞാനാണ്, ഞാനില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല. അതെല്ലാമാണ് ഈ മമകാര അഹങ്കാരം. നമ്മളുടെ ഈ കപ്പിൾസ്, പ്രശ്നക്കാരായ കപ്പിൾസിനെ നമ്മളൊന്ന് മാറ്റി നിർത്താം, അവരെ ഒരുമിച്ച് മാറ്റി നിർത്താം, നമുക്ക് സെപ്പറേറ്റ് ആയിട്ടല്ല. മമകാര അഹങ്കാരം എന്നുള്ള പേര്, നമ്മുടെ കാമക്രോധം എന്നുള്ള പേര്, ഇഷ്ടാനിഷ്ടങ്ങൾ എന്നുള്ള പേര്, ഈ 3 കപ്പിൾസിനെയും നമ്മൾ ദൂരത്ത് നിർത്തിയാൽ നമുക്ക് എന്ത് പറ്റും? നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആ ദിവ്യ ചക്ഷുസ് നേടാനുള്ള ചിത്തശുദ്ധി എന്ന ക്വാളിഫിക്കേഷൻ കിട്ടും. അപ്പം അല്ലെങ്കിൽ എന്താ, നമുക്ക് ഈ പ്രപഞ്ചത്തിലെ എന്തിനേയും വളരെ അതായി മാത്രമേ കാണൂ. അതിലൊന്നും ഒരു ദിവ്യത്വമോ അതിലൊരു ഈശ്വരനെയോ കാണാൻ കഴിയില്ല. അതിനുള്ള ഉദാഹരണങ്ങൾ നമ്മൾ കാണുകയും ചെയ്തു. നമുക്ക് ശ്രീരാമദേവനെ നേരെ കാണുന്ന രാവണന് ഒരു വ്യത്യാസവും ഉണ്ടാവുന്നില്ല, ഭഗവാനെ തന്നെയാണ് കാണുന്നത്. പക്ഷെ ഒരു മാറ്റവും സന്മാർഗമായിട്ടുള്ള ഒരു കാര്യവും നമ്മുടെ രാവണനിൽ ഉണ്ടാകുന്നില്ല. അതേപോലെ തന്നെ ഇപ്പൊ കംസൻ ശ്രീകൃഷ്ണനെ കാണുന്നുണ്ട്, ഒരു വ്യത്യാസവും അറിയുന്നില്ല. അപ്പൊ എന്താ കാര്യം? അവിടെ ആ ചിത്തശുദ്ധി എന്ന ആ ഒരു മനോഭാവം ഉണ്ടാകുന്നതേ ഇല്ല. അപ്പം അതാണ് ഈ ഒരു ആ മ്ലേച്ഛ ദർശനം എന്ന് പറയും. മ്ലേച്ഛ എന്ന് നമ്മൾ ആരെയാണ് ഉപയോഗിക്കുക എന്നൊന്ന് റിലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അത് റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. ആ മ്ലേച്ഛ സ്വഭാവം ഉള്ള ആൾക്കാർ, ആ മ്ലേച്ഛരായിട്ടുള്ളവർക്ക് നമ്മുടെ ഹിരണ്യകശിപുവിന്റെ പോലത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. അവരാണ് ഏറ്റവും വലുത്, അവരിലേക്ക് ചേർന്നാൽ മാത്രമാണ്, അവരോട് യോജിച്ചാൽ മാത്രമേ ഇവിടെ മറ്റുള്ളവർക്കും ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതെല്ലാം കാണുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഈ അഹങ്കാര, മമകാര, കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യം എല്ലാം നിറഞ്ഞിരിക്കുന്ന ആ ഒരു മനോഭാവമാണ്. അതുണ്ടാവുമ്പോൾ ഈശ്വര ദർശനം സാധ്യമല്ല. ആ മ്ലേച്ഛ ദർശനത്തിൽ മാറ്റി നമ്മൾ മനസ്സിനെ ഒന്ന് ട്രെയിൻ ചെയ്യുക, പരിശീലിപ്പിക്കുക. അതിന് നിത്യേനയുള്ള നാമജപം, സാധന, ധ്യാനം എല്ലാം തന്നെ ഉപകരിക്കും. അപ്പം ഭഗവാൻ തന്നെ ഇവിടെ ഈ പ്രപഞ്ചത്തിൽ ഓരോന്നുമായിട്ട് പ്രതിഫലിക്കുന്നത് ഭഗവാനാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അർജുനന് ഭഗവാൻ മുന്നിലുണ്ട് അല്ലേ, അതുവരെയും ഭഗവാൻ മുന്നിലുണ്ട്. പക്ഷെ ഈ ഒരു ദർശനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാനോട് അപേക്ഷിച്ചത് പ്രകാരം ഭഗവാൻ ദിവ്യം ദദാമി ചക്ഷുഹു പശ്യമേ യോഗം ഐശ്വര്യം, ഞാൻ ഈ ദിവ്യമായ ചക്ഷുസ് എന്ന് വെച്ചാൽ കണ്ണുകൾ നിനക്ക് തരാം, ഈ ഐശ്വര്യപൂർവ്വം ഈ ഭഗവത് സ്വരൂപം നീ കണ്ടോളൂ. അപ്പം കണ്ടത് ഭഗവാനെ തന്നെയാണ്. പക്ഷെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, മനോഭാവം മാറുന്നത് കൊണ്ട്, ആ വീക്ഷണം മാറുന്നത് കൊണ്ട് അങ്ങനെ അതിൻ്റെ ഇമ്പാക്റ്റ് ഈ പ്രപഞ്ചത്തിലെ എല്ലാം തന്നെ ഭഗവാനായിട്ട് കാണാൻ കഴിഞ്ഞു. ആ ഒരു കാഴ്ചയുടെ ഇമ്പാക്റ്റ് അത് വളരെ കൂടുതലായിരുന്നു. ഇപ്പം നമ്മൾക്കും പെട്ടെന്ന് എന്തെങ്കിലും അങ്ങനെ വളരെ അത്ഭുതപൂർവമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക, ഇംഗ്ലീഷിൽ പറയുന്ന വാക്കാണ് ഡം സ്ട്രക്ക്. നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മുടെ അർജുനൻ നിന്നപ്പോൾ അവിടെ എന്താ ഉണ്ടാവുക?
ഒരു സൈലൻസ് അല്ലേ, ഒന്നും പറയാതെ രണ്ടുപേരും ഒന്നും പറയുന്നില്ല. ഭഗവാന്റെ രൂപം, വിശ്വരൂപം കാണുകയാണ് അർജുനൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ഒരു സീൻ എന്തായിരിക്കുന്നു. അപ്പം അർജുനൻ ഈസ് ഡം സ്ട്രക്ക്, മിണ്ടാതെ നിൽക്കുക. ആ സൈലൻസിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ സഞ്ജയൻ, അപ്പോൾ സഞ്ജയൻ തുടങ്ങുകയാണ്. അപ്പം സഞ്ജയൻ അപ്പം ആക്ച്വലി സഞ്ജയൻ വാസ് വെയിറ്റിംഗ് ഫോർ ആൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയാം. സഞ്ജയൻ ആ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട്, ചില ആൾക്കാരില്ലേ ആരെങ്കിലും പ്രസംഗിക്കാൻ സ്റ്റേജിൽ വിളിക്കുകയൊക്കെ ചെയ്താൽ മൈക്ക് കിട്ടാനേ കാത്തു നിൽക്കുന്ന പോലെ. സോ സഞ്ജയൻ ആ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് ശരിക്കും ഉപയോഗപ്പെടുത്തുക. സഞ്ജയനാണെങ്കിലോ, സഞ്ജയന് അപ്പം നമുക്കറിയാം, അപ്പം അർജുനന് വിശ്വരൂപ ദർശനത്തിന്റെ ഭാഗ്യമുണ്ടായി, അനുഗ്രഹമുണ്ടായി. അതുപോലെ തന്നെ സഞ്ജയനും ആ ഒരു ഭാഗ്യമുണ്ടായി. അപ്പം നമ്മളൊരു കാര്യം ഓർക്കണം, നമ്മൾ ഭഗവത്ഗീത തുടങ്ങുമ്പോൾ തന്നെ എങ്ങനെയാണ് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, എൻ്റെ മക്കളും പാണ്ഡവരും തമ്മിൽ യുദ്ധം എന്തായി പറഞ്ഞു തരൂ എന്ന് സഞ്ജയനോട് ധൃതരാഷ്ട്രർ ചോദിക്കുന്നുണ്ട്. അപ്പൊ വ്യാസാചാര്യര് സഞ്ജയന് ആ പ്രത്യേകമായിട്ടുള്ള ആ കഴിവ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സഞ്ജയൻ എവിടെയാണുള്ളത്? സഞ്ജയൻ യുദ്ധഭൂമിയിലല്ല, സഞ്ജയനുള്ളത് ധൃതരാഷ്ട്രരുടെ കൂടെ കൊട്ടാരത്തിലാണ്. അപ്പോൾ കൊട്ടാരത്തിലുള്ള സഞ്ജയന് ഇത് കാണാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രസമാണ്. ഇനി ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതൊക്കെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമാണ്. നമ്മളുടെ ഈ സംസ്കാരവും നമ്മളുടെ ഈ ഗ്രന്ഥങ്ങളും നമ്മളുടെ ശാസ്ത്രം തന്നെ ഇത്ര അഡ്വാൻസ്ഡ് ആണെന്ന് മനസ്സിലാവും നമ്മൾക്ക്. അപ്പം ഇന്നത്തെ കാലത്താണെങ്കിൽ ആ യുദ്ധഭൂമിയിൽ ഒരു CCTV വെച്ചിട്ടുണ്ട്, നല്ല ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊട്ടാരത്തിൽ ഇരുന്നുകൊണ്ട് ലൈവായിട്ട് അത് കാണാം ഇല്ലേ? ഇന്ന് നമ്മൾ പല ബിസിനസ്സുകളും പല വീടുകളിലെ കാര്യങ്ങളും ഒക്കെ നമ്മൾ ഓഫീസിൽ ഇരുന്നിട്ട് കാണാനൊക്കെ പറ്റുന്നത് അങ്ങനെയാണ്. സോ ഇതാണ് പറയുന്നത്, എന്താ വ്യാസോച്ഛിഷ്ടം ജഗത് സർവം. ഈ വ്യാസാചാര്യർ പറയാത്തത് ഒന്നും തന്നെ ഈ ലോകത്തിലില്ല എന്ന് പറയണത്. അപ്പം അതിന്റെ എന്ത് മെക്കാനിസം ആണ് എന്ന് നമുക്കറിയില്ല. ബട്ട് ദർ വാസ് എ സിമിലർ മെക്കാനിസം ലൈക്ക് CCTV. അപ്പൊ ഇനിയിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്താ നമ്മളെ കളിയാക്കാൻ പറയാം, നിങ്ങൾ പറയണു മഹാഭാരതത്തിലാണ് CCTV കണ്ടുപിടിച്ചത്. നോ, ദാറ്റ് ഇസ് നോട്ട് ദ തിങ്. ബട്ട് അതിന് സിമിലർ ആയിട്ട് ദർ വാസ് സംതിങ് വിച്ച് ഇസ് ദെയർ. CCTV ആയിരിക്കില്ല, അത് MB TV ആയിരിക്കും, മഹാഭാരത TV ആയിരിക്കും, നമുക്ക് അറിഞ്ഞൂടാ. സോ വാട്ട് എവർ ഇറ്റ് ഇസ്, ബട്ട് ദർ ഇസ് ഓൾവേസ് അതിനുള്ള ഒരു വിഷ്വലൈസേഷൻ ആൻഡ് ഇമാജിനേഷൻ ആൻഡ് ആ ക്രിയേറ്റിവിറ്റി വാസ് ദെയർ. അല്ലെങ്കിൽ എങ്ങനെ വ്യാസാചാര്യർക്ക് അങ്ങനെ ഒരു കഴിവ് സഞ്ജയന് കൊടുക്കാൻ പറ്റും? അപ്പം സഞ്ജയന് അവിടെ ഇരുന്നു കൊണ്ട് യുദ്ധം കാണാൻ കഴിയുമായിരുന്നു എന്ന് മാത്രമല്ല, അവിടുത്തെ ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്നവരുടെ മനസ്സ് എന്താണെന്ന് പോലും, അതെന്നുവെച്ചാൽ രണ്ട് ഭാഗത്തെയും പറയാനും സഞ്ജയന് സാധിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കഴിവും കൂടെ ഇനിയിപ്പോ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഡ്വാൻസ്ഡ് ആയിട്ട് ആൾക്കാരുടെ ഇമോഷൻസിനനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് റെസ്പോൺസ് കൊടുക്കാനുള്ള കഴിവ് വരുമായിരിക്കും. അപ്പം അപ്പോഴും നമുക്ക് പറയാം നമ്മളുടെ വ്യാസാചാര്യം ഇതൊക്കെ എന്നോ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പം നമ്മുടെ സഞ്ജയൻ ആ ഡീറ്റെയിൽഡ് ആയിട്ട് വിശ്വരൂപ ദർശനത്തിന്റെ ഡിസ്ക്രിപ്ഷൻ അത് കൊടുക്കുകയാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. 13ാമത്തെ ശ്ലോകമല്ല നമുക്ക് കണ്ടത്. 13ാമത്തെ ശ്ലോകം ചൊല്ലിയിട്ട് നമുക്ക് തുടരാം. തത്രൈകസ്ഥം ജഗത് കൃത്സ്നം പ്രവിഭക്തമനേകധാ അപശ്യദ്ദേവദേവസ്യ ശരീരേ പാണ്ഡവസ്തദാ. അപ്പം ആ ഭഗവാന്റെ ശരീരത്തില് എന്ന് പറയുമ്പോൾ നിൽക്കുന്ന ഈ ഒരു അർജുനന്റെ മുമ്പിൽ നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ എന്ന് നമ്മൾ കാണരുത്. തൻ്റെ മുന്നിൽ ഭഗവാൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്ന ഭഗവാനാണ്. ആ ചൈതന്യം, അതാണ് ഭഗവാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ചൈതന്യത്തിൽ, അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലും കണ്ടു, ആകാശ ശരീരം ബ്രഹ്മ. അപ്പം ഈ സ്പേസ് എന്ന് വെച്ചാൽ അതിന് അറ്റമില്ല. ഇവിടെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആകാശ ശരീരമായ ആ ബ്രഹ്മം, അങ്ങനെ ആ ശരീരത്തിൽ തൻ്റെ മുന്നില് മുഴുവനും ആ ശരീരത്തിൽ ഈ എൻറ്റയർ വിശ്വത്തെ, പൂർണ്ണ പ്രപഞ്ചത്തെ, അതിനെ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ആയിട്ട് അർജുനൻ
കണ്ടു. അതായത് ഇവിടുത്തെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ബില്യൺസ് ഓഫ് ഗാലക്സീസ്, സോളാർ സിസ്റ്റം, പ്ലാനറ്റ്സ്, സ്റ്റാർസ്, അതിലുള്ള കോണ്ടിനെന്റ്സ്, ഐലൻഡ്സ്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇതിലുള്ള എല്ലാ സാധനങ്ങളോട് കൂടി, അതായത് അനേകത പ്രവിഭക്തം അപശ്യ. അപശ്യ എന്ന് പറഞ്ഞാൽ കണ്ടു. അനേകത മലയാളത്തിൽ അറിയാം, അനേകത പ്രവിഭക്തം അതില് മുഴുവനുമായിട്ടും ഓരോന്നോരോന്നായിട്ട് കണ്ടു. അപ്പം സഞ്ജയൻ പറയണം അർജുനൻ കണ്ടു, അർജുനൻ കണ്ടു എന്ന് സഞ്ജയൻ പറയണം. അതിലൂടെ നമുക്കും കാണാൻ കഴിയണം. ഇതുവരെയൊക്കെയാണ് നമ്മൾ നോക്കിയത്. ഇനി 14ാമത്തെ ശ്ലോകം. തത് സവിസ്മയാവിഷ്ടഃ ഹൃഷ്ടരോമാ ധനഞ്ജയഃ പ്രണമ്യ ശിരസാ ദേവം കൃതാഞ്ജലിരഭാഷത. ഇതൊരു ബ്യൂട്ടിഫുൾ ശ്ലോകമാണ്. അത് ശരിക്കും അത് അർത്ഥം അറിഞ്ഞിട്ട് ഒന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് പോലും പറഞ്ഞ ഇതിൻ്റെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് അറിയാൻ പറ്റുന്ന ഒരു ശ്ലോകമാണ്. അപ്പം അത് നമ്മൾ പറഞ്ഞു, അർജുനന്റെ ആ ഒരു മനോഭാവം, ആ പെർസ്പെക്റ്റീവ് മാറി അല്ലേ? ഭഗവാൻ അനുഗ്രഹിച്ച് ആ ദിവ്യമായ ചക്ഷുസ് കൊടുത്തത് കൊണ്ട് അർജുനന്റെ ആ മനസ്സിലെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ മാറി ശുദ്ധമായ ചിത്തത്തോടെ ആണ് അർജുനൻ കാണുന്നത്. അപ്പം അങ്ങനെ അർജുനൻ മാറി ഭഗവാൻ സ്വരൂപം, ഈ വിശ്വം തന്നെ ഭഗവാനായിട്ട് കാണുന്നത് കൊണ്ട് അതിൻ്റെ ആ ഇമ്പാക്റ്റ് എന്താണ്, അപ്പം എന്തുമാത്രം അർജുനനിൽ അതിൻ്റെ ആ പ്രതിഫലനം ഉണ്ടായി, ആ ദിവ്യമായ ആ ദർശനത്തിൻ്റെ പ്രതിഫലനം എന്തുണ്ടായി എന്ന്. അപ്പം ഇത് പറയുമ്പോൾ വ്യാസ ഭഗവാനാണെങ്കിലും അതെ, അല്ല സഞ്ജയൻ പറയുമ്പോഴും ഇത് വളരെ ലിറ്ററൽ മീനിങ്ങിലായിട്ട് എടുക്കാതെ അതിനെ ഒരു കവി ഭാവനയായിട്ട് നമ്മൾ കാണും. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് പറയാം. ഇനി തതഃ സഹ വിസ്മയാവിഷ്ടഃ. അപ്പോൾ വിസ്മയം നമുക്കറിയാം, മലയാളത്തിലും വിസ്മയം എന്ന് പറഞ്ഞാൽ വണ്ടർ അല്ലെ, വണ്ടർമെന്റ്, വളരെ വിസ്മയകരമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രമാത്രം വണ്ടറാണ്. അപ്പം അർജുനൻ ഈ ഭഗവാനെ കണ്ടിട്ട് വണ്ടർ സ്ട്രക്ക് ആയിരുന്നു. അത് എന്തുമാത്രം ഇന്റൻസ് ആൻഡ് ഡീപ്പാന്ന് വെച്ചാൽ അത് കണ്ണു തള്ളി മാത്രമല്ല, അർജുനന്റെ ഈ നമ്മളുടെ മനസ്സും ശരീരവും വെൽ കണക്റ്റഡ് ആണ് അല്ലെ. മനസ്സിന്റെ എന്ത് സന്തോഷവും ശരീരത്തിലും റിഫ്ലക്ട് ചെയ്യും, മനസ്സിന്റെ എന്ത് വിഷമവും ശരീരത്തിലും കാണും, അതേപോലെ തന്നെ ശരീരത്തിന്റെ വിഷമം മനസ്സിലും ബാധിക്കും. അപ്പോൾ ഇത് രണ്ടും വെൽ കണക്റ്റഡ് ആണ്. അപ്പം നമ്മൾ 1-ാം അധ്യായത്തില് നമ്മുടെ അർജുനൻ എന്താ പറഞ്ഞ, ഇവരെയൊക്കെ കണ്ടിട്ട് എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ, സീതന്തി മമ ഗാത്രാണി, എനിക്ക് ശരീരം തളരുന്നു, ആകെ വേർത്തൊലിക്കുന്നു, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇരുന്ന അർജുനൻ അതേപോലെ തന്നെ ഇപ്പൊ ശരീരത്തിലുണ്ടാകുന്ന ഒരു മാറ്റമാണ് ഇവിടെ പറയുന്നത്. ഹൃഷ്ടരോമ, ഇവിടെ രോമങ്ങൾ ഉണർന്നു നിൽക്കുന്നു, രോമാഞ്ചം ഉണ്ടാകുന്നു ഭഗവാന്റെ ആ വിശ്വരൂപ ദർശനം കണ്ടിട്ട്. അപ്പം അതിന്റെ വ്യാപ്തി എത്രമാത്രമാണെന്ന് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. അത് എന്താ അത് ഭഗവാൻ എന്താണ് എന്ന് കണ്ണുകൊണ്ട് കാണുകയാണ്. ഇത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യമാണ് ഭഗവാൻ. ഇവിടെ കാണുന്ന സർവ്വതും ഭഗവാനാണ്. ഇവിടെ കാണുന്ന എല്ലാ മുഖങ്ങളും ഭഗവാന്റേതാണ്. ഇവിടെ കാണുന്ന സർവ്വതും എന്ന് വെച്ചാൽ സർവ്വതും മുഴുവനും ഭഗവാന്റെ മാനിഫെസ്റ്റേഷൻ, പ്രകടനം മാത്രമാണ് എന്ന് അത് കണ്ണിന് മുന്നിൽ അത് ആ ദിവ്യ ദൃഷ്ടി കൊണ്ട് കാണുമ്പോൾ അർജുനന് അത് പ്രകടിപ്പിക്കുന്നത് ആകെ രോമാഞ്ചമായിട്ട്. അപ്പൊ അടുത്ത ഇതായിട്ട് ഇനി എന്താ നീ ചെയ്യാനുള്ളത്, നെക്സ്റ്റ് ആയിട്ട് അടുത്തായിട്ട് എന്താ ചെയ്യണം, ഒന്നേ ഒരു കാര്യമേ ഉള്ളൂ, പ്രണമ്യ ശിരസ. അപ്പൊ ശിരസാൽ പ്രണമിക്കുക ഭഗവാനെ, ഞാൻ ഒന്നുമല്ല എന്നുള്ള ഒരു ഇത് മനസ്സിലാവും. അപ്പം നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ വേദാന്തത്തിലൊക്കെ പറയുമ്പോൾ ആ ഒരു നത്തിങ്നെസ്, നമ്മൾ ഇവിടെ ഒന്നുമല്ല എന്നുള്ള ആ ബോധ്യം വരും. ആ ഒന്നുമല്ല എന്നുള്ള ബോധ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ചിത്തശുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് അത് ബോധ്യം ഉണ്ടാവും, നമ്മളിവിടെ ഒന്നുമല്ല. അല്ലെങ്കിൽ നമ്മളുടെ സൗകര്യങ്ങള്, നമ്മളുടെ തലവേദന, നമ്മളുടെ മുടിയുടെ അറ്റം സ്പ്ലിറ്റ് ആയതിന്റെ വിഷമം ഒന്ന് ആലോചിച്ച് നോക്കും, എത്രമാത്രം വലിയ വിഷയങ്ങളാണ് നമ്മളുടെ പ്രശ്നങ്ങൾ എന്നൊക്കെ. അപ്പൊ നമ്മൾ ഒന്നുമല്ല ഈ പ്രപഞ്ചത്തില്, ഒരു മണൽ തരിയുടെ അത്ര പോലും ഇല്ല ഇവിടുത്തെ
നമ്മുടെ ഭൂമി എന്ന് പറഞ്ഞാൽ പോലും അത്രയും വ്യാപ്തിയാണ് ഇവിടെ. അത്രയും വ്യാപ്തമായിട്ടുള്ള ഈ പ്രപഞ്ചത്തില് ഞാൻ ഒന്നുമല്ല എന്നുള്ള ആ ബോധ്യം അർജുനന് വരുമ്പോൾ അർജുനൻ ചെയ്യുന്ന ഒന്നേ ചെയ്യാനുള്ളൂ. നമ്മൾ എത്ര ചെറുതാണ് നമ്മൾ എന്ന് അറിയുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ, നമ്മൾ സ്വാഭാവികമായിട്ടും നമസ്കരിക്കുകയാണ് ഭഗവാനെ, പ്രണമ്യ എന്നിട്ട് നമസ്കരിക്കുകയാണ്. ദേവം ആരെ, ഭഗവാനെ ദേവം എന്നിങ്ങനെ ഹൃദാഞ്ജലി, അഞ്ജലി മുദ്രയോട് കൂടിയിട്ട് പ്രണമിച്ചിട്ട് അഭാഷത, അഭാഷത എന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞു, അഭാഷത ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇനി അർജുനൻ സംസാരിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ അതോട് കൂടിയിട്ട് സഞ്ജയന്റെ ഇന്റർപ്രറ്റിംഗ് അല്ലെങ്കിൽ ആ ഡിസ്ക്രൈബിംഗ് റോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, അർജുനൻ ഇങ്ങനെയാണ് പറഞ്ഞത്. ഇനി അർജുനൻ എന്താണ് പറയുന്നത് നോക്കാം. 15ാമത്തെ ശ്ലോകം. പശ്യാമി ദേവാംസ്തവ ദേവദേഹേ സർവാംസ്തദാ ഭൂതവിശേഷസംഘാൻ ബ്രഹ്മാണമീശം കമലാസനസ്ഥം ഋഷീംശ്ച സർവാൻ മുരഗാംശ്ച ദിവ്യാൻ. ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു വ്യത്യാസം ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പം അർജുനൻ ഭഗവാന്റെ വിശ്വരൂപം ഇനി അർജുനൻ കണ്ട പോലെ അത് ഡിസ്ക്രൈബ് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യാണ്, വിവരിക്കുകയാണ് അർജുനൻ ചെയ്യുന്നത്. അപ്പോൾ അർജുനൻ വിവരിക്കുമ്പം ഭഗവാന്റെ വിശ്വരൂപം ആണ് ഇവിടെ വിവരിക്കുന്നത്. അപ്പം അത് അതിൻ്റെ വ്യാസാചാര്യര് ഇതിന്റെ പ്രത്യേകതകൾ എടുത്തു കാട്ടാൻ വേണ്ടി, അർജുനൻ പറയുന്നതിന്റെ പ്രത്യേകത എടുത്തു കാട്ടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് സ്ഥിരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതുവരെയുള്ള ആ ഒരു വൃത്തത്തിൽ നിന്ന്, വൃത്തം അറിയാത്തവർക്ക് മീറ്റർ എന്ന് ഇംഗ്ലീഷിൽ പറയും, ആ മീറ്ററിൽ നിന്ന് അല്ലെങ്കിൽ ആ ട്യൂണിൽ നിന്ന്, ട്യൂൺ ഇപ്പോൾ കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ആ ട്യൂണിൽ നിന്ന് മാറി വേറൊരു ട്യൂണിലേക്ക് പോയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് ഇത്ര നേരം കേട്ടിട്ട് അഥവാ ഇനിയിപ്പോൾ ഉറങ്ങുകയാണെങ്കിലും ആ ട്യൂണ് മാറുമ്പോഴെങ്കിലും എന്താ പറ്റിയെന്നൊന്നും ഒന്ന് ഉണരുമല്ലോ, ആ ഒരു അറ്റൻഷൻ കിട്ടാനായിട്ട് ആണ് ഇങ്ങനെ വൃത്തം അങ്ങോട്ട് മാറ്റിയിട്ട് പറയും. അപ്പം മുഴുവനും ഇവിടെ ആശ്ചര്യമാണ്, വിസ്മയകരമായിട്ടുള്ള അതാണ്. അപ്പം നമ്മള് ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലും ഉള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു, അപ്പൊ അതുകൂടി ഇതിൽ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റുന്ന അവസ്ഥയാണ്. നമ്മൾ ഈ പ്രപഞ്ചം മുഴുവനും ഭഗവാനാണ്, ഭഗവാന്റെ വിവിധ നാമരൂപങ്ങളായിട്ട് ഇവിടെ പ്രകടിതമാവുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ആവുമ്പോൾ നമ്മൾക്ക് എപ്പോഴും ചോദ്യമാണ്, നല്ലത് ഒക്കെ ഭഗവാന്റെ എന്ന് പറയാം, പക്ഷെ ഇവിടെ ഉണ്ടാകുന്ന കുഴപ്പങ്ങളൊക്കെ എന്താണ് എപ്പോഴും ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇവിടെയുള്ള ദുഷ്ടന്മാര്, ടെററിസ്റ്റുകള്, അതൊക്കെ എന്താണ്, അതുപോലെ രോഗങ്ങള്, പിന്നെ യുദ്ധങ്ങള്, അങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങളൊക്കെ എന്താണ് എന്നൊക്കെ. പക്ഷെ ഇവിടെ നമ്മൾ പറഞ്ഞു, ഈ വിശ്വരൂപമായിട്ട് നമ്മൾ പ്രപഞ്ചത്തെ ദർശിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകാവുന്ന ഒരേ ഒരു ഭാവം എന്നുള്ളത് ആശ്ചര്യം എന്ന് മാത്രമായിരിക്കും. അത് ആശ്ചര്യം അല്ലാതെ നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളെല്ലാത്തിലും നമ്മളൊക്കെ എങ്ങനെ അത് ബാധിക്കുന്നു, നമ്മളെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ നോക്കുക. ഏതൊരു കാര്യം നമ്മൾ അനലൈസ് ചെയ്യുക നമ്മളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പൊ നമ്മളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുമ്പോൾ അതിനെ പറയാ, അതിനെ സബ്ജക്റ്റീവ് ഇന്റർപ്രിട്ടേഷൻ എന്നാ പറയാം. അതേസമയം നമ്മൾ അത് മാറ്റിയ ഒരു ഒബ്ജക്റ്റീവ് ഇന്റർപ്രിട്ടേഷൻ. നമ്മളെപ്പോഴും ഓഫീസുകളിലൊക്കെ പറയും യു ഹാവ് ടു ബി റിയലി ഒബ്ജക്റ്റീവ് എന്നൊക്കെ പറയും. അപ്പൊ എന്താണ് ഈ ഒബ്ജക്റ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒബ്ജക്റ്റീവായിട്ട് നമ്മളൊരു കാര്യത്തെ അനലൈസ് ചെയ്യുകയാണ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു അൺബയാസ്ഡ് ആയിട്ട്, ഇപ്പൊ നമ്മളല്ല വേറൊരാളാണെങ്കിലും എങ്ങനെയാണ് എന്ന തലത്തിൽ നമ്മൾ പ്രൈവറ്റ് ആയിട്ടല്ലാതെ അതിനെ ഒരു വൈഡർ ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ പ്രപഞ്ചത്തെ മുഴുവനും ഇൻ ടോട്ടാലിറ്റി ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ സർവത്ര ആശ്ചര്യത്തിൽ മാത്രം കാണേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ
പെടേണ്ട. ഇപ്പൊ നമ്മുടെ ശരീരം എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു കാഴ്ചയുടെ കണ്ണിന്റെ മെക്കാനിസം, നമ്മളുടെ ഹാർട്ടിന്റെ ഫങ്ഷനിങ്, ഒന്നും വേണ്ട നമ്മളുടെ ശ്വസനം, അതിന്റെ ഋഥം, ഇത്ര മിനിറ്റിൽ ഇത്ര, നമ്മൾ കഴിക്കുന്ന സാധനങ്ങളിൽ നിന്ന് നമുക്ക് വേണ്ട ഓരോ പോഷകങ്ങളെയൊക്കെ വലിച്ചെടുക്കാനുള്ള കഴിവ്, വേണ്ടാത്തതിനെ പുറന്തള്ളാനുള്ള കഴിവ്, ഓരോ സെല്ലിലും ഇതൊക്കെ ഇന്റലിജൻസ് അടക്കി വച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോന്നെടുത്താലും ഇവിടെ ആശ്ചര്യം പെടാതിരിക്കാനായിട്ടുള്ളത് ഒന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലാവും. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ ഇപ്പം മഴയുടെയൊക്കെ മഴ പെയ്യുന്നതൊക്കെ ഒരു വണ്ടർമെന്റോട് കൂടിയിട്ടും ആ സന്തോഷത്തോട് കൂടിയിട്ടും മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് മഴ പെയ്യുന്നത് നമ്മൾ തുണി ഉണക്കാനിട്ടതിന്റെ അനുസരിച്ചിട്ടായിരിക്കണം. അല്ലെങ്കിൽ അരി ഉണക്കാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ മഴ പെയ്യരുത്. നമ്മളെ കുട്ടിയുടെ കല്യാണമാണെങ്കിലും മഴ പെയ്യരുത്. അതാണ് നമ്മൾ ആ ഒരു ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ ഒന്നും തന്നെ നമ്മൾ കാണില്ല. നമ്മളെല്ലാം സബ്ജക്റ്റീവായിട്ട് കാണുന്നത് കൊണ്ടാണ് നമുക്കതിലൊന്നും ഒരു ആശ്ചര്യമില്ലാത്ത, ഒന്നിലും ഒരു ആസ്വാദനവും ഇല്ലാത്തത്. അപ്പൊ എന്തും ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കാര്യങ്ങളെ ഒന്ന് ഒബ്ജക്റ്റീവായിട്ട് നമ്മൾക്ക് മാത്രമായിട്ട് ചിന്തിക്കാതെ അതിൻ്റെ ഒരു എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഒരു മനോവികാസത്തോടു കൂടി, ഒരു ഓപ്പൺനെസ്സോട് കൂടി കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിലും തന്നെ നമുക്ക് ഈ ഒരു ആശ്ചര്യവും അതിനോട് ഒപ്പം തന്നെ അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റും നമുക്ക് ഉണ്ടാവാൻ പറ്റും. ഇപ്പം അല്ലാത്ത പക്ഷം നമ്മുടെ എല്ലാത്തിലും ഒരു കളേർഡ് വിഷനാണ്. എനിക്ക് എൻ്റേത്, നമ്മളുടെ സൗകര്യം എന്ന് മാത്രം വെച്ചിട്ട് കുരുങ്ങി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒന്നിലും തൃപ്തി ഉണ്ടാവില്ല, ഒന്നിലും ഒരു ആശ്ചര്യം ഉണ്ടാവില്ല. നമ്മുടെ സുബോധാനന്ദ സ്വാമിജി പറഞ്ഞ പോലെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആ ഒരു ടോക്ക് വളരെ പോപ്പുലറാണ്. അവിടെ എന്തപ്പോ അവരെ നയാഗ്ര വെള്ളച്ചാട്ടം കൊണ്ട് കാണിച്ചാലും അതിനെക്കാട്ടിലും ഒരു പോത്തിനെ കൊണ്ട് കാണിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞ് സുബോധാനന്ദ സ്വാമിജിയുടെ ഒരു നല്ലൊരു രസകരമായിട്ടുള്ള ഒരു ടോക്ക് ഉണ്ട്. അതുപോലെയാണ്, എന്ത് കണ്ടാലും ഒരു തരത്തിലുള്ള സന്തോഷവും ആസ്വാദനവും ഇല്ലാത്ത ഒരു ജീവിതമായിരിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ എല്ലാത്തിലും നമ്മളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് കാണുന്ന ആ ദൃഷ്ടിക്ക് തന്നെ പേര് ജീവദൃഷ്ടി എന്നാണ്. അപ്പൊ ആ ജീവദൃഷ്ടി എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? നേരത്തെ പറഞ്ഞ ആ 3 കപ്പിൾസ് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. കാമക്രോധ അഹങ്കാര മമകാര ഇഷ്ടാനിഷ്ടങ്ങള് നിരാഗദ്വേഷം എന്നുള്ള. അപ്പം ഇതുകൊണ്ട് നമുക്ക് യാതൊരു തരത്തിലുള്ള വണ്ടർമെന്റും ഇല്ലാത്തത്. അപ്പം ഭഗവാനാണെങ്കിൽ ഇപ്പം അർജുനന്റെ അടുത്ത് നിന്ന് ഈ 6 കൂട്ടരെയും മാറ്റി നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അർജുനന് അങ്ങനത്തെ അർജുനന്റെ വീക്ഷണത്തിൽ ആ ഒബ്സ്റ്റക്കിൾസ് ഒന്നുമില്ല, ആ കാറ്ററാക്ട് ഇല്ല, ആ തിമിരം ഇല്ല, അത് മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് സർവ്വതിലും ഈ ഭഗവാനെ കാണാൻ പറ്റും. അപ്പം അർജുനന് നമ്മളിപ്പം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടില്ലല്ലോ. ഇവിടുത്തെ ഈ ടെററിസവും യുദ്ധവും ഒക്കെ അതിലും ഒക്കെ ഈശ്വരനെ കാണാൻ പറ്റുമോ? അതിലൊക്കെ എന്ത് വണ്ടർമെന്റാ കാണാൻ പറ്റുക എന്ന് ചോദിക്കാം അല്ലേ? അപ്പം അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ആലോചിക്കുക. ഈ പ്രപഞ്ചത്തിന്റെ വ്യാപ്തിയും ഇവിടെ നടക്കുന്ന കാര്യങ്ങളുടെ ആ ഒരു ഋഥം എന്നുള്ളതാണ്. ഋഥം എന്നുള്ളത് സംസ്കൃത വാക്കായിട്ടും ഋഥം, അതിൻ്റെ ആ ഒരു ഋഥവും കാര്യങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ വളരെ കുറച്ച് ആൾക്കാരുടെ ആസുരിക മനോഭാവം, റിയലി അസുരന്മാരാണ്, അവരുടെ ആ ഒരു ആസുരിക മനോഭാവം കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന കാര്യങ്ങള് ഈ പ്രപഞ്ചത്തിന്റെ ടോട്ടാലിറ്റിയിൽ എടുക്കുമ്പോൾ ഇതൊക്കെ ഒരു ഒരു കൊതുക് കടിക്കുന്ന പോലെയുള്ളൂ. അപ്പം നമ്മള് ആചാര്യന്മാര് പറയാ, ഈവൻ നമ്മുടെ ഇവിടുത്തെ ലോക മഹായുദ്ധങ്ങൾ പോലും ഒരു സൂചി കുത്തുന്ന പോലത്തെ ഒരു അത്രയും ചെറിയ ഒരു കാര്യമാണ്. നമ്മള് വി വിൽ ഹാർപ്പ് ഓൺ ദോസ് തിങ്സ്. അപ്പം അത് നമുക്ക് ഇപ്പം നമ്മൾ മീഡിയ ഒക്കെ എടുക്കുകയാണെങ്കിലും അതെ, മീഡിയയിൽ നമ്മൾ ലോകത്തിൽ എത്രയൊക്കെ നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും എവിടെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായി, എത്ര 8 പേര് മരിച്ചു, മറ്റു 4 ഒരാളെ കുത്തിക്കൊന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഹൈലൈറ്റ് ചെയ്യുക. ഇപ്പം അപ്പൊ ഇത് കണ്ടിട്ട് ഞാൻ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു ഉദ്യമം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പേര് സക്സസ് ഹബ് എന്നാണ്. നിങ്ങൾ ചില പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. സക്സസ് ഹബിൽ എന്ന് വെച്ചാൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുന്ന ഒരു ചാനൽ എന്ന് പറയാം. സക്സസ് ഹബ് എന്ന പേര്, ദി സക്സസ് ഹബ്.
നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ക്ലാസ് കഴിഞ്ഞാൽ വേണമെങ്കിൽ കണ്ടവർക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. അപ്പം അതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം. അപ്പം നമ്മൾ അതുപോലെ അതിനോട്ട് താല്പര്യം നമുക്ക് മാറാൻ പറ്റുന്ന അത് മാറ്റാൻ പറ്റുന്ന കാര്യമാണ്. ഒറ്റ ആളെ മാറ്റാൻ പറ്റുള്ളൂ. എല്ലാപ്പോഴും പറയുന്ന പോലെ. ആ ആ വ്യക്തിയിൽ ഫുൾ കൺട്രോൾ എടുക്കുക. ആ മാറ്റാൻ പറ്റുന്ന ഒരേ ഒരാള് മാറിക്കഴിഞ്ഞാൽ അതുപോലെ ഓ ഓ ബാക്കി ആൾക്കാരും അതിനനുസരിച്ച് മാറത്തൊടങ്ങും. അത് തുടങ്ങുമ്പോൾ നമുക്ക് കൂടുതൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ആസുരികത ഇവിടെ തീർച്ചയായിട്ടും കുറയുകയും ചെയ്യും. അപ്പം നമ്മുടെ അർജുനന് ഒരു ഈശ്വര ദർശനം കിട്ടി. അപ്പം എന്താ ഉണ്ടായ ആശ്ചര്യ ഭാവമാണ്. അപ്പം ആ അർജുനന്റെ ആ ആശ്ചര്യ ഭാവമാണ് ഈ 15-ാമത്തെ ശ്ലോകം തൊട്ട് 22-ാമത്തെ ശ്ലോകം വരെയും ആ ആശ്ചര്യ ഭാവമാണ്. പിന്നെ 23-ാമത്തെ ശ്ലോകം തൊട്ട് ഈ ആശ്ചര്യഭാവത്തിൽ നിന്നും വേറൊരു ഇമോഷനിലേക്കാണ് നമുക്ക് അവിടെ എത്തുമ്പം അത് നോക്കാം. അപ്പം ആദ്യമായിട്ട് ഈ ഒരു ആശ്ചര്യഭാവം അത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമുക്ക് പൊതുവെ നമ്മുടെ ഈ ഒരു വണ്ടർമെന്റ് എപ്പോഴും ഉണ്ടാവുക അത് ഒരു സൈസിലാണ്. ഇപ്പൊ നമുക്ക് ആനയെ കണ്ടാൽ പോലും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ആന പോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മലയാളികൾ ആനപ്രാന്തന്മാരാന്നാ പറയും അല്ലെ. അതിനെന്താ നോക്കാൻ കാരണം? പാവം അതിനെ ഇപ്പൊ എന്തപ്പോ അമ്പലത്തിലും ഒക്കെ എഴുന്നള്ളിക്കാൻ എന്താ കാര്യം? അതിന്റെ ഒരു വലുപ്പം മാത്രമാണ് പാവം ചെയ്യും. അപ്പൊ അതല്ലാണ്ട് എന്തുണ്ട്? ആന തന്നെ ഇപ്പൊ ഒരു ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോത്തിന്റെ ഇത് എടുക്കുക. അപ്പൊ ആനയുടെ ഒരു കുറച്ച് നമ്മള് ഇപ്പൊ സൂം ചെയ്യുന്ന സൂം ഇന്നും സൂം ഔട്ടും അല്ലേ. ഒന്ന് സൂം ഇൻ ചെയ്ത് ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കറുത്ത പോത്തിന്റെ പോലെ തന്നെയുള്ള ഒരു തുമ്പിക്കൈയും അഡീഷണൽ ആയിട്ട് വേറെ ഒന്നുമില്ല. പാവം അതിന് നമ്മൾ ഇത്രയും ആശ്ചര്യത്തോടെ അല്ലെങ്കിൽ സ്നേഹത്തോടെ നോക്കുന്നത് അതിന്റെ ആ ഒരു വലുപ്പം കൊണ്ടാണ്. ഇപ്പൊ നേരത്തെ നമ്മള് വെള്ളച്ചാട്ടം നമ്മളിപ്പോ നമ്മുടെയൊക്കെ വീടിന്റെ അടുത്തൊക്കെ ചെറുതായിട്ട് ഒരു ബക്കറ്റിൽ നിന്ന് ഒഴുകണ പോലെ അല്ലെങ്കിൽ രണ്ടടിയിൽ നിന്ന് ഒഴുകുന്ന വെള്ളം കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതൊരു ജോഗ് ഫോൾസോ ഒരു നയാഗ്രയോ അല്ലെങ്കിൽ നമ്മുടെ ആതിരപ്പള്ളിയിലൊക്കെ ആവുമ്പോൾ അത് വലുതാവുന്നു. മാസീവ്നെസ് അതിന്റെ വലുപ്പം കൂടുന്നതോട് കൂടിയിട്ട് നമുക്ക് വണ്ടർമെന്റ് ഉണ്ടാവുന്നു. അപ്പം അങ്ങനെ അപ്പൊ അതേപോലെ തന്നെ നമ്മള് ബീച്ചിൽ പോകുന്നു. കടൽ നോക്കിക്കൊണ്ട് നമ്മൾ വെറുതെ കടലിൽ നോക്കിക്കൊണ്ട് തിരയെണ്ണ എന്ന് പറയുന്ന പോലെ കടലിൽ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് നല്ല ഒരു രസമാണ്. ബിക്കോസ് ആ ഒരു ആശ്ചര്യം നമ്മളിൽ വന്നുകൊണ്ടിരിക്കുക. പ്രതി നിമിഷം നവീനമാണല്ലോ അത്. ഭഗവാനെ പോലെ തന്നെ ഈ കടലും ഓരോ നിമിഷവും ഒരു കഴിഞ്ഞ നിമിഷത്തിലുള്ള കടലല്ല. അപ്പൊ നമുക്ക് ആ ഒരു അതിന്റെ സൈസിൽ ആ ഒരു മാസീവ്നെസ്സിൽ നമുക്ക് ആ ഒരു ആശ്ചര്യം വരും. അപ്പൊ ഈ അർജുനന്റെ സ്ഥിതി എന്തായിരിക്കും? ഈ വിശ്വം മുഴുവനും ഭഗവാനായിട്ട് കാണുന്ന ആ ഒരു മാസീവ്നെസ് അതിന് എന്തായിരിക്കും അവസ്ഥ? നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വിശ്വരൂപം കണ്ട അർജുനന്റെ ആ അവസ്ഥ. അപ്പം അർജുനൻ പറയാണ്, ഹേ ദേവ, ഭഗവാനെ, തവ ദേഹേ, തവ യുവർ ഭഗവാൻ, തവ ദേഹേ അങ്ങയുടെ ദേഹത്തിൽ, തവ ദേഹേ അഹം ദേവാൻ പശ്യാമി, അഹം ഞാൻ ദേവന്മാരെ പശ്യാമി കാണുന്നു. ഞാൻ ദേവന്മാരെ അങ്ങയുടെ ശരീരത്തിൽ കാണുന്നു. ഏത് ശരീരം? ഈ ശ്രീകൃഷ്ണ രൂപം എന്ന് വിചാരിക്കരുത് ഒരിക്കലും. ഈ ആകാശ ശരീരം ബ്രഹ്മ, അതെപ്പോഴും ഓർമ്മ വേണം. ആകാശ ശരീരം ബ്രഹ്മ, ആകാശ ശരീരം ബ്രഹ്മ. അപ്പൊ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ആ ആകാശ ശരീരമായ ഈ പരബ്രഹ്മത്തില് ഞാൻ ദേവന്മാരെ കാണുന്നു. ഓക്കെ, ആ ആകാശ ശരീരത്തിൽ കാണുന്നു. പിന്നെയോ തഥാ ഭൂതവിശേഷ സംഘാൻ. അപ്പം ഭൂതം പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഭൂതം പറഞ്ഞാൽ ഇവിടെ ഭവിച്ചതെല്ലാം. അപ്പൊ ദ സ്പീഷീസ് ഓഫ് എനിത്തിങ്. ഓക്കെ, ഇവിടെ ഭവിച്ച ആ സ്പീഷീസ് പറയുമ്പോൾ നമുക്കറിയാം ഒരു മൈക്രോബ് മുതൽ സൂക്ഷ്മാണു മുതൽ ഏറ്റവും ഇവോൾവ് ആയി പറയുന്ന മനുഷ്യൻ വരെ. അപ്പൊ എല്ലാ സ്പീഷീസും അങ്ങനെ വിശേഷമായിട്ടുള്ള എല്ലാ, വിശേഷം എന്ന് പറഞ്ഞാൽ വിവിധ തരത്തിലുള്ളത്, വിശേഷം എന്ന് പറഞ്ഞാൽ വിവിധ പല തരത്തിലുള്ള പല ഡിഫറെന്റ് കൈൻഡ് ഓഫ് വിശേഷ തരത്തിലുള്ള ഭൂത സംഘാൻ, അതിന്റെ കൂട്ടം, അതിന്റെ മൾട്ടിറ്റ്യൂഡ് പല പലതായിട്ടുള്ളത് ഞാൻ കാണുന്നു. അപ്പൊ ദേവന്മാരെ കാണുന്നു, ഇവിടെ ഭവിച്ച സ്പീഷീസ് ജീവജാലങ്ങളെ മുഴുവനും അതിന്റെ കൂട്ടങ്ങളെ കാണുന്നു. പിന്നെയോ ഈശൻ ബ്രഹ്മാണം. അപ്പൊ ബ്രഹ്മാണമീശം, അപ്പൊ ബ്രഹ്മാവായ ഈ ബ്രഹ്മാവിനെ കാണുന്നു. ബ്രഹ്മാവ് എന്നതിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ സൃഷ്ടിയുടെ ചുമതലയുള്ള ഇത് ബ്രഹ്മാവിനാണ്. അപ്പം ബ്രഹ്മാവ് എങ്ങനെയുള്ള ബ്രഹ്മാവിനെ? കമലാസനസ്ഥം,
കമല താമര പൂവിലാണ് ബ്രഹ്മാവ് ഇരിക്കുക അല്ലെ. അപ്പം ബ്രഹ്മാണമീശം കമലാസനസ്ഥം, കമലത്തിൽ കമല ആസനസ്ഥം, കമലത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള ബ്രഹ്മാവിനെ. അപ്പം ബ്രഹ്മാവിന് എവിടുന്നാണ് കമലം വന്നത്? അത് പത്മനാഭം അല്ലെ. ഭഗവാന്റെ മഹാവിഷ്ണുവിന്റെ നാഭിയിൽ നിന്നാണ് പത്മനാഭമാകുന്നത്. അതുകൊണ്ടാണ് പത്മനാഭം. പത്മ മീൻസ് ലോട്ടസ്. അത് ഭഗവാന്റെ നാഭിയിൽ നിന്ന് വന്ന പത്മനാഭൻ എന്ന് ഭഗവാൻ പേര്. പത്മനാഭ ഇതെല്ലാം നമ്മൾ ആലോചിക്കണം. നമ്മുടെ ശാസ്ത്രങ്ങൾ എപ്പോഴും പറയുന്ന പോലെ ഇത് വളരെ വളരെ സിംബോളിക് ആണ്. വളരെ സിംബോളിക് ആണ്. നമ്മൾ മനസ്സിലാക്കുകയും വേണം, നമ്മൾ കുട്ടികളെ പറഞ്ഞു കൊടുക്കുകയും വേണം. ഇല്ലെങ്കിൽ എന്താ വെച്ചാല് ഇപ്പൊ നമുക്ക് ആലോചിച്ച് നോക്കൂ, ഏത് താമരയുടെ മുകളിൽ ഏത് ആൾക്ക് ഇരിക്കാൻ പറ്റും? ഒരു കൊച്ചുകുട്ടിക്ക് പോലും ഒരു താമരയുടെ മേലെ ഇരിക്കാൻ പറ്റില്ല. അപ്പം അതിന്റെ സിംബോളിസം എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പം ഈ മഹാവിഷ്ണു എന്ന് പറയുന്ന, അത് വ്യാപിച്ചു നിൽക്കുന്ന, ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ചൈതന്യം, അതാണ് മഹാവിഷ്ണു. വ്യാപ്നോതി ഇത് വിഷ്ണു. ആ മഹാവിഷ്ണു എന്ന് പറയുന്നത് നമ്മളുടെ സമഷ്ടി കാരണ ശരീരം. എന്നുവെച്ചാൽ ഈ കോസ്മോസ്, ആ കോസ്മോസ് സമഷ്ടി, ദ എൻറ്റയറിറ്റി, എവ്രിതിങ് ഇൻക്ലൂഡഡ്, ആ സമഷ്ടി കാരണ ശരീരമാണ് ആ മഹാവിഷ്ണു എന്ന് പറയുമ്പോൾ. അപ്പൊ അതിൽ താമര അതിന്റെ ആ സമഷ്ടി സൂക്ഷ്മ ശരീരമാണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് കാരണ ശരീരം, സൂക്ഷ്മ ശരീരം. അതിന്റെ ആ സമഷ്ടി കാരണ ശരീരത്തിന്റെ സൂക്ഷ്മ ശരീരത്തിന്റെ റെപ്രസെന്റേഷൻ ആണ് താമര. അതില് ബ്രഹ്മാവ് ആ സൂക്ഷ്മ ശരീരത്തിന്റെ ബിംബിത ചൈതന്യമാണ്. അതിൽ ക്രിയേഷനുള്ള ആ ചൈതന്യം ഉള്ള, ആ കഴിവുള്ള ആ അവസ്ഥയെ അല്ലെങ്കിൽ ആ ശക്തിയെയാണ് നമ്മൾ ബ്രഹ്മാവ് എന്ന് പറയുന്നത്. അതെല്ലാം സിംബോളിക് റെപ്രസെന്റേഷൻ ആണെന്നുള്ളത് എപ്പോഴും വേണം. അപ്പൊ നമ്മുടെ അത് വേദങ്ങളിലൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് ഇത്. അപ്പം ബ്രഹ്മാണമീശം. അപ്പൊ ഇവിടെ ഈ ബ്രഹ്മാവായ ഈശൻ എന്ന് ബ്രഹ്മാവിനെ ഈശ്വരനായിട്ട് പറയണം. അല്ലാതെ ഈശൻ സാധാരണഗതിയിൽ നമ്മൾ പരമേശ്വരൻ, മഹാദേവനെയാണ് ഈശ്വരൻ എന്ന് പറയാറ്. അപ്പൊ ഇവിടെ അത് ബ്രഹ്മാവാണ്. അപ്പം എന്തൊക്കെ കണ്ടു? കണ്ടത് ദേവന്മാരെ കണ്ടു, പിന്നെ എല്ലാ സർവഭൂതങ്ങളെയും കണ്ടു, പിന്നെ ബ്രഹ്മാവിനെ കണ്ടു. ഇനി സർവാൻ ഋഷീംശ്ച, എല്ലാ ഋഷിമാരെയും കണ്ടു. പിന്നെ ദിവ്യ ദേവന്മാരെ, അതായത് സെലസ്റ്റിയൽ ആയിട്ടുള്ള ഗന്ധർവന്മാര് എന്നൊക്കെ പറയുന്ന ദിവ്യ ശരീരികളായിട്ടുള്ള അവരെയും കണ്ടു. ഇനിയോ അതും പോരാഞ്ഞിട്ട് ഉരകാംശ, ഉരകങ്ങൾ എന്ന് പറഞ്ഞാൽ ബൈദവേ ഇന്ന് ആയില്യാണ്. അപ്പൊ ഉരകങ്ങൾ എന്ന് പറഞ്ഞാൽ ദേവതകളെയും കണ്ടു. അപ്പൊ നാഗദേവതകൾ നമുക്ക് ചിലർക്ക് അറിയാലേ. ഇപ്പൊ വാസുകി, അനന്തൻ, കാർഗോടകൻ, അങ്ങനെ പേരുകളുണ്ട്. അപ്പൊ അങ്ങനെ ദിവ്യമായിട്ടുള്ള നാഗങ്ങളെയും കണ്ടു. അപ്പം ഇതാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചു, ഇതെല്ലാം ഒരു കവിയുടെ ഒരു ക്രിയേറ്റീവായിട്ട്, ലിറ്ററൽ ആയിട്ട് എടുക്കരുത് അത്. അപ്പം എന്തുകൊണ്ടാണ് അത് പറയണതെന്ന് വെച്ചാല്, ഇതെല്ലാം കണ്ടു എന്ന് പറയുമ്പോൾ അത് എന്താണ് അർത്ഥമാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളുടെ ശാസ്ത്രപ്രകാരം നമുക്ക് ഈ 14 ലോകങ്ങളാണ്. അപ്പോൾ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ബീയിങ്സ് ആർ ദെയർ. ഈ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ബീയിങ് ആർ ദെയർ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ ഈ 2 കണ്ണുകൊണ്ട് കാണുന്നത് ആകെ നമ്മുടെ വിസിബിൾ സ്പെക്ട്രം എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. നമുക്ക് അൾട്രാ വയലറ്റോ ഇൻഫ്രാ റെഡോ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒന്നും കാണില്ല. അപ്പോൾ അതൊക്കെ അതിനും അപ്പുറത്തൊക്കെ ഉള്ള കാണാൻ കഴിവുള്ള പല മൃഗങ്ങളും ഉണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ മാത്രമേ ഇവിടെ ഉള്ളൂ എന്നാണ്. ഇപ്പം ഈ ഇന്നലെ മിനിഞ്ഞാന്നിട്ട് നമ്മുടെ പൽക്കി ശർമ്മയുടെ ഒരു യൂഷ്വലി നിങ്ങൾ കണ്ടോ ഫസ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, അതില് നമ്മുടെ പ്രസിഡന്റ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം, വിച്ച് മീൻസ് നോട്ട് സോ ഫാർ അല്ലെ, ഒരു 3-4 ഇയേഴ്സിന്റെ ഇടയിലുള്ള കാര്യമാണ്. അമേരിക്കയിൽ അവരോട് ഗവേഷണം റിസർച്ച് ചെയ്യാൻ പറഞ്ഞിട്ട് ദേ വർ ഏബിൾ ടു ഫൈൻഡ് മെനി UFOs എന്ന്. അപ്പൊ UFOs എന്താന്ന് ഇപ്പൊ നമ്മൾ വിഷയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അപ്പൊ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താന്ന് വെച്ചാല്, നമുക്ക് കാണുന്നത് മാത്രമല്ല, ഇവിടെ
പല തരത്തിലുള്ള ശക്തികളും കഴിവുകളുമുള്ള കാര്യങ്ങളും നമ്മളുടെ ദൃഷ്ടിക്ക് ഗോചരമല്ലാത്ത മേ ബി നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും ഇവിടെ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ കൂടെ വേറെ പലരും ഉണ്ടാവാം. പലരും നമുക്ക് കാണില്ല, അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് സ്പർശിക്കാൻ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അവരും ഉണ്ട്. അപ്പം ഇവിടെ പല ലോകങ്ങളും ഉണ്ട്. നമുക്ക് ഈ കാണുന്ന ലോകം മാത്രമല്ല. നമ്മളുടെ മഹർഷീശ്വരന്മാർ പറഞ്ഞിട്ട് 14 ലോകം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും 14 ലോകങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. എന്താ വെച്ചാൽ നമ്മളുടെ മഹർഷീശ്വരന്മാർ ഒരിക്കലും അസത്യം പറയില്ല. അവർക്ക് അതിന്റെ അസത്യം പറഞ്ഞ ഒന്നും നേടേണ്ടതായിട്ടില്ല. അവർ ഇതുവരെയും പറഞ്ഞതും എല്ലാം സത്യമായിട്ട് തന്നെയാണ് നമുക്ക് ഇന്നത്തെ ആധുനിക ശാസ്ത്രത്തിന് വരെ ബോധ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് അത് വല്ല വിദേശീയരും പറഞ്ഞാൽ മാത്രമേ നമുക്ക് അത് ഈവൻ ഇൻക്ലൂഡിങ് യോഗ നമുക്ക് ആക്സെപ്റ്റബിൾ ആവുള്ളൂ. അത് നമ്മളുടെ ഒരു ശാപമാണ്. അപ്പം അർജുനൻ ഇങ്ങനെ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ 14 ലോകങ്ങളും അർജുനന് കാണാൻ കഴിഞ്ഞു ഭഗവാന്റെ ശരീരത്തിൽ. അപ്പൊ ആകാശ ബ്രഹ്മ ശരീരത്തിൽ ഇതെല്ലാം കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഈ നമ്മുടെ സാധാരണ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പം ഭഗവാൻ കൊടുത്ത ആ ഒരു ശരീരം കൊണ്ട് അത് മുഴുവനും കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എല്ലാത്തിലും ഭഗവാനെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് നേരത്തെ പറഞ്ഞു. ചിത്തശുദ്ധി നേടാനായി നിത്യേന ഉള്ള ആ ഒരു പരിശ്രമം ഉണ്ടാവണം. അങ്ങനെ ഉള്ളൊരു പരിശ്രമം തീർച്ചയായിട്ടും ഉണ്ടാവുമ്പോൾ നമുക്ക് നമ്മുടെ ആധ്യാത്മിക പുരോഗതിയും തീർച്ചയാണ്. അപ്പം അർജുനൻ അങ്ങനെ എല്ലാം തന്നെ ഭഗവാനിൽ കണ്ടു എന്ന് അർജുനൻ പറയും. സർവ്വതും ഞാൻ ഭഗവാനിൽ കണ്ടു, അല്ലെങ്കിൽ എല്ലാത്തിലും ഞാൻ ഭഗവാനെ കണ്ടു എന്ന് എന്നും അത് ഉദ്ദേശിക്കാം. തുടർന്ന് 16ാമത്തെ ശ്ലോകം. അനേകബാഹൂദരവക്ത്ര നേത്രം പശ്യാമി ത്വാം സർവതോനന്തരൂപം നാന്തം ന മധ്യം ന പുനസ്തവാദിം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ. അപ്പോൾ അനേക ബാഹു ഉദര വക്ത്ര നേത്രം, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മലയാളം പോലെ തന്നെയാണ്. അപ്പം ഈ വിശ്വരൂപത്തില് ത്വാം, അതിൽ എന്താണുള്ളത്? അനേക ബാഹു, ബാഹു എന്ന് വെച്ചാൽ കൈകള്, അനേക ബാഹു. ഉദരം എന്ന് വെച്ചാൽ വയറ്. ഓക്കെ, ഉദര വക്ത്രം, മുഖം എന്നും എടുക്കാം, വക്ത്രം എന്നുള്ള വാക്കിന് വായ എന്നും എടുക്കാം. എന്തായാലും മുഖങ്ങൾ. പിന്നെ നേത്രം. അപ്പൊ അനേക ബാഹു ഉദര വക്ത്ര നേത്രം, ഇതെല്ലാം ഞാൻ കാണുന്നു. ഇതെല്ലാം വിശ്വരൂപ ഈശ്വരന്റെ അംഗങ്ങളായിട്ട് ഭഗവാന്റെ ഓരോ പാർട്ടാണ്. അപ്പൊ നമ്മളൊക്കെ ഭഗവാന്റെ ഓരോ പാർട്ടാണ്. ഇവിടെ മുഴുവനും ഭഗവാനേ ഉള്ളൂ. അതുകൊണ്ട് ഭഗവാന്റെ രൂപം എന്ന് വെച്ചാൽ അത് അനന്ത രൂപമാണ്, അത് അനന്തമാണ്. അനന്തം എന്ന് വെച്ചാൽ അറ്റമില്ലാത്തത്, ലിമിറ്റ്ലെസ്. അതിന് നമുക്ക് തുടക്കവും എവിടെയെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഇതിലൊരു ആശ്ചര്യം നോക്കി നോക്കും. നമ്മളുടെയൊക്കെ ഫിംഗർ പ്രിന്റ്, ഈ മനുഷ്യന്മാര് എത്രയോ ബില്യൺ ആണ് ഉള്ളത് നമ്മുടെ ഈ ലോകത്തിൽ, ഈ ഭൂമിയിൽ. അതിൽ ഓരോരാളുടെ ഒരു ഫിംഗർ പ്രിന്റ് പോലെ വേറൊരാളുടെ ഫിംഗർ പ്രിന്റ് വരുന്നില്ല. അതേപോലെ നമ്മളുടെ കൃഷ്ണമണി അത് സെൻസ് ചെയ്ത് ഐറിസ് വെച്ച് ഓപ്പൺ ആവുന്ന ആപ്പും ഒക്കെ ഉണ്ടല്ലോ, അത് വേറൊരാളുടെ വെച്ചിട്ട് അത് ആവില്ല. സോ അതേപോലെ നമ്മുടെ ഓരോന്നും, നമ്മളുടെ ഈവൻ ഈ ഫോറൻസിക് ആൾക്കാരുണ്ട്, വിദഗ്ധര്, അവര് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരാളുടെ പോലെ ഈവൺ ഈ ഒരു ടീത്ത് അലൈൻമെന്റ് വേറെ ഒരാൾക്ക് ഇല്ല. സോ എവ്രിതിങ് ഹിയർ ഈസ് യുണീക്ക്. ഒന്നുപോലെ മറ്റൊന്ന് ഇല്ല. അത്ര യുണീക്ക് ആയിട്ടാണ് ഇവിടുത്തെ ഇപ്പൊ ഓരോന്നും ആ വിശ്വരൂപ ഈശ്വരനാണ്. ഓരോന്നും ഇവിടെ കാണുന്നത് ഓരോന്നും. അപ്പം നമ്മുടെ അർജുനൻ പറയണ പശ്യാമി ത്വാം സർവ അനന്ത രൂപം, ഞാന് അങ്ങയുടെ ഈ അനന്തമായിട്ടുള്ള ഈ രൂപം. അതിനെന്താ പ്രത്യേകത? ന അന്തം ന മധ്യം ന ആദി. അതിനൊരറ്റ ഇല്ല, ലിമിറ്റ് ഇല്ല. അതിനൊരു ഇപ്പം നമ്മുടെ ശാസ്ത്രജ്ഞന്മാര് ഈ
യൂണിവേഴ്സിന്റെ വ്യാപ്തി അളക്കാൻ നിന്നിട്ട് അവർക്ക് അറിയില്ല ഫ്രം വേർ ഇസ് ഇറ്റ് ബിഗിനിങ്, വേർ ഇസ് ഇറ്റ് എൻഡിങ്. അപ്പം അതിന്റെ പരിധി അറിയുന്നില്ല. പരിധി അറിയാത്തിടത്തോളം ഒരു കാര്യത്തിന് ഇവിടുന്ന് ഇവിടെ വരെയെന്ന് അറിയാത്തിടത്തോളം അതിന്റെ മധ്യം, അതിന്റെ മിഡ് പോയിന്റ് എവിടെയെന്ന് ഇങ്ങനെ കണ്ടുപിടിക്കുക. എന്തിനും ആ പരിധി ഉണ്ടെങ്കിലാണ് അതിന്റെ നടുക്ക് എവിടെയെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ പരിധി അറിയില്ല, എവിടുന്ന തുടങ്ങുന്നതെന്നോ എവിടുന്ന് അവസാനിക്കുന്നതെന്നോ അറിയാൻ പറ്റുന്നില്ല. അപ്പം അർജുനൻ പറയണം ഇതിന് പെരിഫറി അറിയാതെ ഇരിക്കുകയാണ്. അപ്പം ഇതിന് അന്തവും ആദിയും മദ്യവും എനിക്ക് എവിടെ എന്ന് അറിയുന്നില്ല. പുനസ്തവാദി പശ്യാമി, അതും ഈ ഭഗവാന്റെ ഈ ശരീരത്തില് എവിടെയാണ് ഞാൻ ഈ കാണുന്ന ശരീരത്തില് ഇതിന്റെ മുഴുവനും ഈ വിശ്വരൂപം, വിശ്വ ഏവ രൂപം, അതാണ് വിശ്വരൂപം. ഈ വിശ്വത്തെ തന്നെ, ഭഗവാന്റെ ഈ ശരീരം തന്നെ വിശ്വമായിട്ട് കാണുന്നു. അതിനൊരു അറ്റവും കാണുന്നില്ല, അറ്റവും നടുവും കാണുന്നില്ല എന്ന് പറയാം. തുടർന്ന് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അവിടെ എന്ന് വെച്ചാൽ, ഈ അപ്പൊ നമ്മൾ കാണുന്ന ഓരോ മുഖവും ഭഗവാന്റേതാണ്, നമ്മൾ കാണുന്ന ഓരോ കണ്ണും ഭഗവാന്റേതാണ്, നമ്മൾ കാണുന്ന ഓരോ കൈയും ഭഗവാന്റേതാണ്, നമ്മൾ കാണുന്ന ഓരോ വയറും ഭഗവാന്റേതാണ്. ഇവിടെ ഭഗവാന്റേതല്ലാത്തതായിട്ട് ഒന്നുമില്ല. ഈ വിശ്വത്തിൽ മുഴുവനും കാണുന്നത് സർവ്വതും ഭഗവാനാണ് എന്ന് മനസ്സിലാക്കുക. തുടർന്ന് 17ാമത്തെ ശ്ലോകത്തില് കിരീടിനം ഗദിനം ചക്രിണം ച തേജോരാശിം സർവതോ ദീപ്തിമന്തം പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്താത് ദീപ്താനലാർക്കത്യുതിമപ്രമേയം. അപ്പം ഇവിടെ കിരീടിനം ഗദിനം, അപ്പോൾ അപ്പം ഇവിടെ മുഴുവനും നിറയെ മുഖങ്ങളും ഒക്കെ ആയിട്ട് ഭഗവാനെ കണ്ടില്ലേ, ഇത്രയും മുഖങ്ങളും കണ്ണുകളും ഒക്കെ ആയിട്ട്. അപ്പോൾ ആ ഓരോന്നിനും ആയിരക്കണക്കിന് മുഖങ്ങളും ശരീരവും ഒക്കെ, കണ്ണുകളും കൈകളും ഒക്കെ ആയിട്ട് കാണുന്നു. അപ്പോൾ ഓരോന്നിലും ഭഗവാന് അതിന് കിരീടമുണ്ട്, ഗദയുണ്ട്. നമ്മള് പുരുഷ സൂക്തത്തില് പറയുന്ന പോലെ സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് എന്ന് പറയുന്ന പോലെ. അപ്പൊ ആ മുഴുവൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് മുഖങ്ങൾ, തലകളുണ്ട്, സഹസ്രശീർഷം. അപ്പൊ സഹസ്രശീർഷം ഉണ്ടാവുമ്പോൾ അത്രയും ശീർഷത്തിന് കിരീടവും ഉണ്ട്. അപ്പം അതില് മുഴുവനും ഓരോന്നിലും ഗദയുണ്ട്, ചക്രായുധമുണ്ട്. പിന്നെയോ ആ തേജോരാശിയും, ആ തേജസ് എന്തുമാത്രം തേജസ്സാണെന്ന് വെച്ചാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇവിടെ നമ്മള് ബില്യൺസ് ഓഫ് സ്റ്റാർസ് ആണല്ലേ, നക്ഷത്രങ്ങൾ, ശതകോടി നക്ഷത്രങ്ങളാണ്. ഒരു നക്ഷത്രത്തിന്റെ ആ തേജസ് എന്ന് വെച്ചാൽ തന്നെ എത്രയാണ്. അപ്പം അപ്പൊ ഈ മുഴുവനും തേജോരാശി, ആ മുഴുവനും തേജസ്സുള്ള എല്ലാത്തിന്റെയും സമ്മേളനമാണ് ഭഗവാൻ എന്ന് പറഞ്ഞാല്. അപ്പം ആ സർവതോ ദീപ്തിമന്തം, അത് മുഴുവനും സർവതോ എന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തും, അത് ഇൻ ഓൾ ഡയറക്ഷൻ. ഇപ്പം ഭഗവാനെ പറയുമ്പോൾ നമ്മൾ ഓൾ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ മുഴുവനും, ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് എന്ന് പറഞ്ഞാൽ പരിമിതപ്പെടുത്താൻ പറ്റില്ല. സർവതോ ദീപ്തം, സകല ദിശകളിലും സകല ഭാഗത്തും ആ പ്രകാശം, ആ തേജസ് നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ അറിയാം, നമ്മൾക്ക് 9 കോടി മൈൽ ദൂരത്താണ് സൂര്യഭഗവാനുള്ളത്. ആ സൂര്യഭഗവാനെ ഒരു 10 സെക്കൻഡ് ഒന്ന് നോക്കി ഇവിടെ നിന്ന് നോക്കിയാൽ മതി. അപ്പം പറ്റുമോ, നമുക്ക് സാധിക്കും? നമ്മുടെ കണ്ണുകൾക്ക് സാധിക്കില്ല, താങ്ങാൻ പറ്റില്ല. അപ്പൊ അർജുനന്റെ അവസ്ഥ നോക്കൂ. ഈ സർവ്വതോ ദീപ്തിമന്തമായിട്ടുള്ള എല്ലാതും ഉള്ള സകല ഭാഗത്തേക്കും തെളിഞ്ഞു നിൽക്കുന്ന ആ ഭഗവാനെ കാണുമ്പോൾ അത്രയും പ്രകാശ തേജസ് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പം ഓക്കെ, അപ്പൊ എന്തിന്റെയൊക്കെ ചേർന്നിട്ടുള്ളതാന്ന് പറയാൻ. അപ്പൊ ദീപ്ത അനല അർക്ക ദ്യുതി, ആ പ്രകാശം, ദീപ്തം എന്ന് വെച്ചാൽ ദാറ്റ് ബ്രൈറ്റ്നസ്, ദാറ്റ് എഫൾജൻസ്, എന്തൊക്കെ കൂടിയതാണ്? അനല അഗ്നി, അനല അർക്ക ദ്യുതി. അപ്പൊ ബ്ലേസിംഗ് സൺ, അങ്ങനെ ഈ പ്രകാശിക്കുന്ന എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ആ ബ്രൈറ്റ്നസ് അത് അപ്രമേയമാണ്. ദാറ്റ് ഈസ് മാച്ച്ലെസ് ആയിട്ടുള്ള, അത്രയും പ്രഭാപൂരിതമായി ജ്യോതിസ്വരൂപമായിട്ട് ഭഗവാനെ കാണുകയാണ്. ആ പ്രകാശം എന്ന് പറഞ്ഞാൽ അത് അപ്രമേയമാണ്. ദാറ്റ് കൻ നോട്ട് ബി മാച്ച്ഡ് വിത്ത് എനിത്തിങ്. ഇതെല്ലാം കൂടെ ചേർന്നതെന്ന് മാത്രമേ അർജുനന് പറയാൻ പറ്റുന്നുള്ളൂ.
എന്നിട്ട് അർജുനൻ തുടരുകയാണ് 18ാമത്തെ ശ്ലോകത്തിൽ. 18ാമത്തെ ശ്ലോകം തുടങ്ങുമ്പോൾ തന്നെ പറയാം, അത് ഇപ്രാവശ്യത്തെ ഹോംവർക്കാണ്. ഈ ഹോംവർക്കിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നമുക്ക് ഇത് പഠിക്കണം, അത് ചൊല്ലി മനസ്സിൽ പിന്നെയും പിന്നെയും ചൊല്ലണം. നിത്യേന ഭഗവത് സ്വരൂപം ധ്യാനിക്കാൻ നമുക്ക് മനോബലം കിട്ടാൻ വളരെ നല്ലതാണ്. നമ്മൾ ഈ ഏത് ചൈതന്യത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് നമ്മളിൽ ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു മാന്ത്രികമായിട്ടുള്ള ഒരു ശ്ലോകമാണ് അത്. 18ാമത്തെ ശ്ലോകം ഭഗവാൻ എന്താണെന്നുള്ളത് അർജുനൻ പറയുകയാണ്. ഓക്കെ, നമ്മൾ ഇത്രയും കാലം ഭഗവാന്റെ അർജുനന്റെയും കൂടിയിട്ട് എന്താണ് പറയുന്നത്, അത് നമുക്ക് എന്തെടുക്കാം എന്നുള്ളതിന് ഒരു സാമ്പിളാണത്. ത്വമക്ഷരം പരമം വേദിതവ്യം ത്വമസ്യ വിശ്വസ്യ പരം നിധാനം ത്വമവ്യയ ശാശ്വത ധർമ്മഗോപ്ത സനാതനസ്ത്വം പുരുഷോ മതോ മേ. ഭഗവാൻ എന്താണെന്ന് അർജുനൻ മനസ്സിലാക്കിയിട്ട് പറയാണ്. അപ്പം ഇത്രയും കേട്ടിട്ട് അർജുനന് ഭഗവാൻ എന്താണ് എന്നുള്ളത് തെളിഞ്ഞ് വരികയാണ്. ഓക്കെ, പറയാണ് ത്വം പരമം വേദിതവ്യം അക്ഷരം. ഭഗവാനെ അങ്ങാണ് പരമമായിട്ട് ഇവിടത്തെ അറിയേണ്ടതായിട്ടുള്ള വസ്തു. അപ്പൊ വേദാന്താണ് ഇവിടെ പറയുന്നത്. ഇവിടെ അറിയേണ്ടതായിട്ടുള്ള വസ്തു ഏതാണ്? അത് ഭഗവാനാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇവിടെ വായിക്കേണ്ടതായിട്ടുള്ള ഒരു പുസ്തകം ഏതാണ്? അത് ഭഗവത്ഗീതയാണ്. വേറെ എന്ത് വേണേ വായിച്ചോളൂ, വായിക്കണ്ട എന്നുള്ളതല്ല. പക്ഷെ അതുപോലെ തന്നെ ഇവിടെ അറിയേണ്ടത് നിങ്ങൾ വേറെ എന്തെല്ലാം അറിഞ്ഞോളൂ, പക്ഷെ ഇവിടെ അറിയേണ്ടതായിട്ടുള്ളത് ഒന്നേ ഉള്ളൂ. അതറിഞ്ഞിട്ട് ബാക്കി എല്ലാം അറിയും. അപ്പം അർജുനൻ അത് പറയാണ്, ത്വം പരമം വേദിതവ്യം അക്ഷരം. ഇവിടെ നശിക്കാത്തതായിട്ട് അക്ഷരം, ക്ഷയിക്കാത്തതായി. അക്ഷരം എന്ന് വെച്ചാൽ നശിക്കുന്നത്, അക്ഷരം നശിക്കാത്തത്. ഇവിടെ അക്ഷരമായിട്ട് സനാതനമായിട്ട് ഇവിടെ എന്നും നിലനിൽക്കുന്നതായിട്ട് ഒന്നേ ഉള്ളൂ. അത് സഗുണഭാവത്തിലാണെങ്കിലും അതെ, നിർഗുണഭാവത്തിലാണെങ്കിലും അതെ, ഇവിടെ ഒറ്റൊന്നു മാത്രമേ ഉള്ളൂ. അത് ഉണ്ടായി എന്ത് തന്നെ ഇവിടെ ഉണ്ടാകുന്നതിന് മുൻപും ഉണ്ട്. അതായത് നമ്മുടെ ശാസ്ത്രപ്രകാരം സൃഷ്ടി സ്ഥിതി ലയമാണ് അല്ലെ. അപ്പൊ ആ ലയം എന്ന് വെച്ചാൽ പ്രളയകാലത്ത് ഇവിടെ എല്ലാം നശിച്ചു പോയാലും, ഇവിടുന്ന് സർവ്വതും നശിച്ചു പോയാലും ഏത് ബാക്കിയുണ്ടോ അത് ഭഗവാനാണ്. അതുകൊണ്ടാണ് നമ്മളുടെ പുരാണങ്ങളില് നമ്മുടെ ആലിലക്കണ്ണന്റെ, നമ്മൾ നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും ഗുരുവായൂര് ഇന്നത്തെ അലങ്കാരം എന്താണെന്നൊക്കെ. അപ്പൊ മിക്കപ്പോഴും നമുക്ക് ആലിലക്കണ്ണനെ കാണാൻ പറ്റും അല്ലെ. അത് നമ്മളുടെ മഞ്ജു മുരുകൻ എത്ര മനോഹരമായിട്ടാണ് ഭഗവാനെ വരയ്ക്കുക, കൊതിയാവില്ലേ. അപ്പം ആ ആലിലക്കണ്ണൻ നമുക്കറിയാം. ഇപ്പം മുകുന്ദാഷ്ടകത്തില് അല്ലെ, വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ആ ആലിലയിൽ കിടക്കുന്ന ഭഗവാൻ അതെന്താണ് കാണിക്കുന്നതെന്നറിയോ? നേരത്തെ പറഞ്ഞ പോലെ അതും വളരെ സിംബോളിക് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ എല്ലാം നശിച്ചാലും എന്ത് നിലനിൽക്കുന്നു? അത് അതിന്റെ പൊട്ടൻഷ്യൽ ഭാവത്തിൽ, അതിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ബീജരൂപത്തിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ സീഡ് ഫോം. ഓക്കെ, പിന്നെയും വളർന്ന് വലുതായി എക്സ്പാൻഡ് ആവാൻ കഴിവുള്ള തരത്തിൽ എന്ത് നിലനിൽക്കുന്നു അത് അതിന്റെ റെപ്രസെന്റേഷൻ ആണ് ഈ ആലിലയിൽ കിടക്കുന്ന ആ കുഞ്ഞു കൃഷ്ണൻ. ആ ബേബിയാണ്. ബേബി ആകുമ്പോൾ സീഡ് ഫോം അല്ലേ, അതിന് വേണ്ടി കാണിച്ചു തരാം. നമുക്ക് എന്താ സിംബോളിക് ഫോമിന്റെ മഹത്വം എന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ ആ വടപത്രം എന്ന് പറയുന്നത്, വടപത്രം ആലില, ആ വടപത്രത്തിൽ എന്ന് പറയുന്നത് അത് നേരത്തെ പറഞ്ഞ പോലെ സമഷ്ടി കാരണ ശരീരമാണ്. അതില് അവിഛന്ന ചൈതന്യമായിട്ടുള്ള ആ ഭഗവാനെ കുഞ്ഞു കുട്ടിയായിട്ട് ഈ ഭഗവാൻ എന്നിട്ട് യോഗനിദ്രയിൽ കിടക്കുന്നു എന്ന് പറയുമ്പോഴും അത് തന്നെയാണ്. അപ്പം നമ്മുടെ വിശ്വരൂപം ഉള്ള ഈശ്വരനെ അർജുനൻ കാണുന്നതും ഇവിടെ സനാതനമായി എന്നും നിലനിൽക്കുന്ന, അത് വ്യക്തരൂപത്തിലാവാം അവ്യക്ത രൂപത്തിലായിട്ടും എപ്പോഴും ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുൻപും ഇനി ഇവിടുത്തെ എല്ലാം ലയിച്ചു കഴിഞ്ഞാലും ഉള്ള തരത്തില്. അപ്പൊ ആ നിർഗുണ ബ്രഹ്മം, അതാണ് അക്ഷരം എന്ന് പറഞ്ഞ, അക്ഷരം ബ്രഹ്മം എന്നുള്ള എറ്റേണൽ ആയിട്ട് ഇവിടെ പരമമായിട്ട് പറഞ്ഞാൽ ദ ഹയസ്റ്റ് സുപ്രീം, അതിലപ്പുറം ഒന്നുമില്ല. വേദിതവ്യം, ഇവിടെ അറിയേണ്ടതായിട്ടുള്ള വസ്തു. വേദം എന്ന് വെച്ചാൽ അറിവാണ്. ഇവിടെ വേദിതവ്യം എന്ന് പറഞ്ഞാൽ അറിയേണ്ടതായിട്ടുള്ളത് ഒന്ന് മാത്രമാണ്, തുരീയം ബ്രഹ്മം ജ്ഞാനം എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാനാണ് ത്വമസ്യ വിശ്വസ്യ പരം നിധാനം. ആ ഭഗവാനാണ് ഈ പ്രപഞ്ചത്തിന്റെ പരമമായ നിധാനം. അത് ഇവിടുത്തെ പ്രപഞ്ചത്തിന്റെ ആ സപ്പോർട്ട് എന്ന് പറയുന്നത്, പ്രപഞ്ചം ഇവിടെ നിലനിൽക്കുന്നത് ഈ ഭഗവത് ചൈതന്യം കൊണ്ടാണ്. അപ്പോ ഈ പ്രപഞ്ചം മുഴുവനും എൻറ്റയർ ക്രിയേഷന്റെയും ആധാരം ഇതാണ്. സഹസ്രനാമത്തിൽ എന്താ പറയുന്നത്?
വിശ്വാധാരം ഗഗനസദൃശം എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അമേഘവർണം ശുഭാംഗം എന്താണെന്നുള്ളത്. അപ്പൊ സർവ ആധാരമായിട്ടുള്ള ആ ഭഗവാൻ, അതിന്റെ പ്രത്യേകത എന്താണ്? സർവത്തിനും ആധാരം ഭഗവാനാണ്. ഭഗവാന് മറ്റൊന്നിന്റെയും ഒരു സപ്പോർട്ട്, ആധാരം ആവശ്യമില്ല. അത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആധാരം എന്നുള്ളത് ഭഗവാനാണ്. അപ്പം ഈവൻ നമ്മുടെ വേദാന്ത പ്രകാരം ഈ ആകാശം എന്ന് വെച്ചാൽ മേലെ മാത്രമല്ല, ഇവിടേക്കും ഈ സ്പേസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ സ്പേസിനും ആധാരം, ആ സ്പേസിലാണ് എല്ലാം നിലനിൽക്കുന്നത്. പക്ഷെ സ്പേസിനും നിലനിൽക്കാനെന്നുണ്ടെങ്കിൽ ഭഗവാനാണ് ആ സ്പേസിനും ആധാരം എന്നാണ് പറയുന്നത്. പിന്നെ അർജുനൻ പറയാണ് ത്വം അവ്യയ. അവ്യയം എന്ന് വെച്ചാൽ മാറ്റമില്ലാത്തത്, ഒന്നിനും ഈ സമയത്തിനും, നമ്മൾ പറയില്ലേ ദേശകാലത്തിനനുസരിച്ച് എല്ലാം മാറും, പക്ഷെ സമയത്തിന് മാറ്റാൻ പറ്റാത്തത് അവ്യയം, ഇവിടെ ചേഞ്ച്ലെസ്, ഒട്ടും കുറയാത്തത്, ഇൻഎക്സോസ്റ്റിബിൾ എന്നാണ്. അപ്പം കാലാതീതമായിട്ട് ഇവിടുത്തെ നിലനിൽക്കുന്ന സത്യം ആണ് ഭഗവാൻ. അപ്പം അർജുനൻ ആ നിർഗുണ ബ്രഹ്മത്തിനെ പറ്റിയിട്ട് ഇവിടെ പറയാണ്. ഇതുവരെ ഭഗവാൻ പറഞ്ഞു കൊടുത്ത അറിവ് വെച്ചിട്ട് ഇത്രയെങ്കിലും ഒക്കെ അറിയാം. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സിലാണ് ആക്ച്വലി നിർഗുണ ബ്രഹ്മം എന്താന്നുള്ള ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ പക്ഷേ അർജുനന് ആ പരോക്ഷജ്ഞാനം, ഇപ്പൊ നമ്മളൊക്കെ അതിപ്പോ നമ്മൾ സഹസ്രനാമങ്ങളൊക്കെ ചൊല്ലുമ്പോൾ നിർഗുണ, നിത്യ, നിരവധ്യ, നിരന്തര എന്നൊക്കെ പറയും. പക്ഷെ ഇത് എന്താ ഏതാണെന്നൊന്നും അറിഞ്ഞിട്ടല്ല. പക്ഷെ അതുകൊണ്ട് ആ പരോക്ഷജ്ഞാനത്തിലൂടെ അർജുനൻ പറയാണ്. അപ്പം ഈ ശ്ലോകം ഒന്നുകൂടെ ചൊല്ലിയിട്ട് നമുക്ക് ഇന്ന് സമർപ്പിക്കാം. ത്വമക്ഷരം പരമം വേതിതവ്യം ത്വമസ്യ വിശ്വസ്യ പരം നിധാനം ത്വമവ്യയഃ ശാശ്വതധർമ്മഗോപ്താ സനാതനസ്ത്വം പുരുഷോ മതോ മേ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി.